കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമഹ് فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിനെ ഭയപ്പെടുകയും അവന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കുകയും നല്ല മുസ്ലിങ്ങളായി ജീവിച്ചു മരിക്കുകയും ചെയ്യണം എന്നാദ്യം എന്നോടും നിങ്ങളോടുമായി ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതിനോട് തുടർച്ചയായി അനുബന്ധമായി ചില കാര്യങ്ങൾ കൂടെ പറയേണ്ടതുണ്ട്. അത് അവസാനമായി ഇത് ഒന്നുകൂടി നമ്മൾ കാണിക്കുന്നുണ്ട്. കഫൻ ചെയ്യുന്നതും കുളിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്ന് വെറുതെ ഒന്നും കാണിക്കാണ്ട്. അതിനു മുമ്പ് നമ്മൾ അറിയേണ്ട ഒന്ന് രണ്ട് സംഗതികളെ കുറിച്ച് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചില ആളുകൾ ചോദിച്ച സംശയം നിവാരണം നടത്തേണ്ടതുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് സുഇല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, അനിൽ ഖായിഫീന, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ ആരാകുന്നു? ഭയമുള്ളവർ, അള്ളാഹുവിനെ ഭയക്കുന്നവർ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് പറഞ്ഞ മറുപടി, ഖുലൂബുഹും ബിൽ ഖൗഫി ഖരിഹ, അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കാരണം മുറിവേറ്റിട്ടുണ്ടാവും. വ അഅ്യുനുഹും ബാക്കിയ, അവരുടെ കണ്ണുകൾക്ക് ഈറനണിഞ്ഞിട്ടുണ്ടാവും, കണ്ണുകൾ ജലസാന്ദ്രമായിരിക്കും. യഖൂലൂന, അവരിങ്ങനെ പറയുന്നവരാവും, കൈഫ നഫ്റഹു വൽ മൗത്ത് മിൻ വറായിന, എങ്ങനെയാണ് നമ്മൾ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക? വൽ മൗത്ത് മിൻ വറായിന, മരണം നമ്മുടെ തൊട്ടു പിറകിലുണ്ടല്ലോ. വൽ ഖബറു അമാമന, നമ്മുടെ ഖബറിടം നമ്മുടെ മുമ്പിലുമുണ്ടല്ലോ. വൽ ഖിയാമത്തു മൗഇദന, ഖബറിടത്തിന് ശേഷം അള്ളാഹു വാഗ്ദാനം ചെയ്ത ഖിയാമം വരാനുമുണ്ടല്ലോ. വ അലാ ജഹന്നമ ത്വരീഖുന, നരകത്തിന്റെ മുകളിലൂടെയാണ് നമ്മൾക്കുള്ള പാത ഒരുക്കപ്പെട്ടിരിക്കുന്നത്. വ ബൈന യദയില്ലാഹി, അള്ളാഹുവിന്റെ മുമ്പിൽ, റബ്ബിന, നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ, മൗഖിഫുന, നമ്മുടെ ചെന്ന് അവസാനമായി നിൽക്കേണ്ടത് അള്ളാഹുവിന്റെ മുമ്പിലുമാണല്ലോ. ഇതാണ്, ഈ ചിന്തയുള്ള ആളുകളാണ് അള്ളാഹുവിനെ ഭയമുള്ള ആളുകൾ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സിയാറത്ത് ചെയ്യാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം നമ്മൾക്കെല്ലാവർക്കും അറിയാം. പല തവണ നമ്മൾ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് പരലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഭയം വരുത്തും, ഓർമ്മപ്പെടുത്തും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. രണ്ടാമത്തേത് വസ്അലൂ ലഹു തസ്ബീത്, അയാൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്, സ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനക്കാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അവരവരുടെ കുഴിമാടങ്ങളിലേക്ക്, അവരവരുടെ ഖബറുകളിലേക്ക് സ്വന്തം നിലയിൽ നടന്നു പോകാൻ കഴിയാത്ത ഒരേ ഒരിടം, അതാണ് അയാളുടെ ഖബർ. അവിടെ അയാളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ആ കൊണ്ടുപോകുന്ന അവസ്ഥ മുതൽ അയാൾ ആലോചിച്ചു തുടങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കെ അയാൾ ആലോചിക്കേണ്ട കാര്യമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. എങ്ങനെ ഒരാൾക്ക് എല്ലാ ആഘോഷങ്ങളും സന്തോഷങ്ങളും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ സാധിക്കും? പലപ്പോഴും അയാൾക്ക് കരയേണ്ടതില്ലേ? അതിന് കാരണം
അയാളുടെ തൊട്ടുപിറകെ അയാളുടെ മരണമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വൽ മൗത്തു അദ്നാ മിൻ ശിറാക്കി നഅലിഹി എന്നാണ്. ഒരാളുടെ ചെരുപ്പിന്റെ വാറിനേക്കാളും അയാളുടെ മരണം അയാളുടെ സമീപത്താണ്. ഒരു കാര്യം, അയാൾ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ടു വരുന്നതോടെ അയാളുടെ മരണത്തിന്റെ സമയം നിശ്ചയിച്ചു കഴിഞ്ഞു എന്നതാണ്. ഒരാൾ ഗർഭപാത്രത്തിൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ രൂപപ്പെട്ട് ജീവൻ ഇടുന്നതോടെ അയാളുടെ മരണത്തിന്റെ സമയവും നിശ്ചയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന പിന്നുള്ള കാര്യം അത് ഒന്നുകൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ പിന്നിൽ നമ്മുടെ മരണമുണ്ട്. ആ മരണം ഏത് സമയത്തും എവിടെയും ഏത് അവസ്ഥയിലും നമ്മളെ പിടികൂടാം എന്നതാണ്. അത് വാഹനത്തിന്റെ രൂപത്തിൽ വരും, അത് വെള്ളത്തിന്റെ രൂപത്തിൽ വരും, അത് രോഗത്തിന്റെ രൂപത്തിൽ വരും, അത് ആയുധങ്ങളുടെ രൂപത്തിൽ വരും. ഇങ്ങനെ ഒരുപാട് രൂപങ്ങളിൽ ഈ മരണം വരും. അത് നമ്മുടെ തൊട്ടുപിറകിലുണ്ട്, ഏത് സമയത്തും അത് വരാം. ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന ആളുകൾ ഇന്ന് ഇവിടെ നിന്ന് ഇരുകാലികളിലുമായി നടന്നു പോകും എന്നതിന് ഒരു ഗ്യാരണ്ടിയും ഈ ലോകത്ത് ആർക്കും നൽകാൻ പറ്റുന്നതല്ല. ഇന്ന് പോയി കിടന്നുറങ്ങുന്ന നമ്മള് നാളെ പുലരുമ്പോൾ നമ്മളാൽ തന്നെ സ്വയം എഴുന്നേൽക്കും എന്ന് ഉറപ്പ് പറയാൻ ഈ ലോകത്തിൽ ഒരാൾക്കും സാധ്യമല്ല. സാധ്യതകളെയുള്ളൂ. അങ്ങനെ അദ്ദേഹം പറയുന്ന കാര്യം വൽ ഖിയാമത്തു വൽ ഖുബൂറു അമാമന, ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ട കുഴിമാടങ്ങളായാലും മരണത്തിന് ശേഷമുള്ള ജീവിതമായാലും അയാളുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നതാണ്. അത് വരാനുള്ളതാണ്. ആരും അതിൽ നിന്ന് ഒഴിവായി പോകുന്നതല്ല. പിന്നെ യഖൂലൂന കൈഫ നഫറഹു, എങ്ങനെ നമ്മൾക്ക് സന്തോഷത്തോടെ ജീവിക്കാനാകും, ആഘോഷത്തോടുകൂടെ ജീവിക്കാനാകും? കാരണം നമ്മുടെ തൊട്ടുപിറകിൽ മരണമുണ്ട്, നമ്മുടെ മുമ്പിൽ നമ്മുടെ കബറിടമുണ്ട്. വഅലാ ജഹന്നമ തുരീഖുന എന്നാണ്. നമ്മള് സ്വർഗത്തിൽ പോകുന്ന ആളുകൾ പോലും നരകത്തിന്റെ മുകളിലൂടെയാണ് പോകേണ്ടി വരുന്നത്. അപ്പൊ നമ്മുടെ വഴി നരകത്തിന്റെ മുകളിലൂടെയാണ്. പിന്നെ ആ നരകത്തിന്റെ മുകളിലൂടെ പോകേണ്ട നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് ചെന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ രഹസ്യവും പരസ്യവും എല്ലാം അറിയുന്ന പടച്ചവനോട് കണക്ക് പറയേണ്ടതാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിയുള്ള മനുഷ്യൻ വിചാരിക്കേണ്ട അയാളുടെ ഏറ്റവും നല്ല ചിന്ത അയാളുടെ മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ആ ചിന്ത കൈമോശം വരുന്നതോടെ അയാളുടെ ജീവിതത്തിന്റെ താളം തെറ്റും, ദിശ മാറും. അയാൾക്ക് ജീവിതത്തിൽ തകരാറുകൾ വരും. അയാളുടെ രഹസ്യവും പരസ്യവുമെല്ലാം എല്ലാ വൃത്തികേടുകളും നിറഞ്ഞതുമായി തീരും. കാരണം മരണവിചാരം ഏറ്റവും മുന്തിയ വിചാരമാണ്. ആ വിചാരമാകണം ഒരു സത്യവിശ്വാസിയുടെ കൂടെ എപ്പോഴും ഉണ്ടാകേണ്ടത്. ഈ വിചാരം ഉണ്ടാകുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മൾ അറിയാലോ, നമ്മൾക്ക് നടന്നു പോകുമ്പോ കുറച്ച് ആളുകൾ ഒരാളെ മറമാടുന്നത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നിട്ട് അവിടെ മുട്ടുകുത്തിയിരുന്ന് അവിടുന്ന് അല്പനേരം കരഞ്ഞ് പ്രവാചകന്റെ കണ്ണുനീര് വീണ് ആ മണ്ണ് കുതിർന്നു എന്നാണ്. എന്ന് റസൂലുള്ള പറഞ്ഞു. ഇതാണ് ഇതിനു വേണ്ടിയിട്ടാണല്ലോ, ലിഹാദ, ഇതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ജീവിക്കുന്നത്, ഇതിനു വേണ്ടിയിട്ടാണല്ലോ, അവസാനം ഇതായി തീരുകയാണല്ലോ നമ്മുടെ അവസ്ഥ എന്ന് റസൂലുള്ള കൂടുള്ള ആളുകളോട്. ഇതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഒരുങ്ങി ജീവിക്കുന്നത് എന്നാണ്. അവസാനം എത്തിത്തീരുന്നത് ഈ ഒരവസ്ഥയിലേക്കാണ്. ഇതാണ് ഏറ്റവും ദുർബലമായ, ഏറ്റവും ബലഹീനനായ, ഈ ലോകം മുഴുവൻ മതിച്ച് പാഞ്ഞ് എല്ലാം വെട്ടിപ്പിടിച്ച് നടന്നിരുന്ന മനുഷ്യൻ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് ആയിത്തീരുന്ന ആ സമയത്തെക്കുറിച്ച് ആലോചിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും അത് ആലോചിക്കണമെന്നാണ്. കാരണം ആ ആലോചന നമ്മുടെ ജീവിതത്തെ നന്മയിലേക്ക് നടത്താൻ ചടുലമായി ഫഫിറൂ ഇലല്ലാഹ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടിച്ചെല്ലണം, വളരെ വേഗത്തിൽ ഓടിച്ചെല്ലണം. എന്തിൽ നിന്ന്? എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും എന്നാണ്. എല്ലാ തെറ്റുകുറ്റങ്ങളിലും ആ തെറ്റുകളിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടിച്ചെല്ലണം. ഇനി നോക്കൂ, നിങ്ങൾ ഒരുപാട് കാലമായി നമ്മൾ കേൾക്കുന്ന ഹദീസാണ്. ഇതാണ് വിഷയം എന്നുള്ളതുകൊണ്ട് ആവർത്തിച്ചു പറയാം. മാ ഖദമ അബ്ദിൻ,
ഒരടിമയുടെയും പാദങ്ങൾ മുന്നോട്ട് ചലിക്കുകയില്ല. ഈ ദുനിയാവിൽ വെച്ച് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് നീ മുന്നോട്ട് അനങ്ങൂല എന്ന് പറഞ്ഞാൽ നമ്മൾ അനങ്ങാൻ നോക്കും. അനങ്ങാനുള്ള അധികാരം ഉണ്ടാവും, നമ്മൾക്ക് അനങ്ങാനുള്ള സമ്പത്ത് ഉണ്ടാവും, അതിനുള്ള ശാരീരിക ക്ഷമത ഉണ്ടാവും. അപ്പൊ നമ്മൾ അനങ്ങാൻ നോക്കും. പക്ഷെ അള്ളാഹു ഒരു വര വരച്ചിട്ടുണ്ട്. മഹശറയിൽ വന്നിട്ട് അള്ളാഹു താല പറയുന്നത്, റസൂലുള്ള പറഞ്ഞ കാര്യം, മാ ഖദമ അബ്ദിൻ, ഒരടിമയുടെയും രണ്ട് കാലുകൾ മുന്നോട്ട് വെക്കുകയില്ല, ചലിക്കൂല. ഹത്താ യുസ്അല, അയാൾ ചോദിക്കപ്പെടുന്നത് വരെ. പല ഹദീസിലും പല രൂപത്തിൽ വന്നിട്ടുണ്ട്. ഈ ചോദിക്കപ്പെടുന്നത് വരെ എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? ഇത് പറയുന്നതിന് മുമ്പേ നമുക്കറിയാം എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഒന്ന് റസൂലുള്ള പറഞ്ഞത് അൻ ഉംരിഹി, എല്ലാം വന്നു, എത്ര കാലം തന്നു നിനക്ക് ആയുസ് എന്നാണ്. എത്ര കാലം നിനക്ക് ആയുസ് തന്നോ, ആ ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു, എന്തിനു വേണ്ടി ചെലവഴിച്ചു? ഒരുപാട് കാര്യങ്ങൾക്ക് നെട്ടോട്ടം ഓടുന്ന ആള് ശരിക്കും ഭക്ഷണം കഴിക്കാൻ പോലും, ഉറങ്ങാൻ പോലും, എവിടെയെങ്കിലും പോയി ഒരു വിനോദം കാണാനോ പങ്കെടുക്കാനോ കഴിയാത്തത്ര ബേജാറ് കൂട്ടി ഓടിപ്പാഞ്ഞ് അവസാനം തളർന്ന് ഒരു സ്ഥലത്ത് കതച്ചു വീഴുമ്പോ അയാളുടെ ആയുസ് ഒന്നാമത്തെ തീയതി മുതൽ ഈ മരിച്ചു തീരുന്നത് വരെ അയാൾ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നത് എഴുതി, അതിങ്ങനെ ഒരു ചിത്രരൂപത്തിൽ ഇങ്ങനെ പല കഥകളും പല സംഭവങ്ങളും ചിത്രീകരിക്കലുണ്ടല്ലോ, അതുപോലെ അതിങ്ങനെ വരച്ചു വെച്ചാൽ അയാൾ അള്ളാഹുവിലേക്ക് ചേർന്ന് നിന്ന സമയവും സന്ദർഭവും ആയുഷ്കാലവും എത്രയാണ്? ഇത് നമ്മൾക്ക് കണക്കിലെടുക്കാവുന്നൊരു സംഗതി ഉണ്ട്. ഒരാൾ ഒരു വെള്ളപ്പേപ്പർ എടുക്കുക, ഒരു വെള്ളപ്പേപ്പർ എടുത്തിട്ട്, നമ്മൾ പല ആളുകളും ഡയറി എഴുതുന്ന ശീലം പലർക്കുമില്ല, നമുക്കൊന്നുമില്ല. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ചില അപൂർവം ചില ആളുകൾ ഡയറി എഴുതും. ഈ ഡയറിയിൽ അന്നത്തെ പ്രധാന സംഭവങ്ങൾ നല്ലതും ചീത്തയൊക്കെ എഴുതിയെന്ന് വരും. ഒരു വിശ്വാസി അയാൾ ഒരു കടലാസ് എടുത്തിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ആ ദിവസത്തെ നന്മകളും തിന്മകളും ചെറുതും വലുതുമായ ഒന്ന് രേഖപ്പെടുത്തി നോക്കട്ടെ, അയാളുടെ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു കൃത്യമായിട്ട് കിട്ടും. ഒരു ദിവസത്തെ നന്മ, അതിൽ നമ്മളൊരാളെ സന്തോഷപൂർവ്വം നോക്കിയത് വരെ നന്മയായിട്ട് വരും. ആ നന്മയും അയാൾ രേഖപ്പെടുത്തണം. അയാളുടെ ദിക്റുകൾ, പ്രാർത്ഥനകള്, അയാൾ ചെയ്ത എന്തും. അതുപോലെ തിന്മ, ഒരാളെ ദേഷ്യം പിടിച്ച് അനാവശ്യമായി ഒരാളെ ദേഷ്യം പിടിച്ചു നോക്കിയതും അയാളുടെ തിന്മയായി വരും. അയാളുടെ ഭാര്യയോട് മോശമായി പറഞ്ഞതും തിന്മയായി വരും. അങ്ങനെയുള്ള തിന്മകളടക്കം എല്ലാം രേഖപ്പെടുത്തി കിടക്കുന്നതിന് മുമ്പ്, അല്ല കിടന്ന് നമ്മളെ ദിക്റുകളും പ്രാർത്ഥനകളും ഒക്കെ കഴിഞ്ഞ് ആ കിടക്കുന്ന അവസാന സമയം ഈ കടലാസ് മറിക്കണ്ട, അതും കൂടി എഴുതി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഉണർന്നതിന് ശേഷം ഈ കടലാസ്, ഇന്നലത്തെ എന്റെ പ്രവർത്തനങ്ങൾ. ഒരു കച്ചവടക്കാരൻ അയാളുടെ കണക്ക് കൂട്ടുന്നുണ്ട്. അയാളുടെ ഇൻവോയ്സും ഔട്ട് ഗോയിങ്ങും വരവും ചെലവും എല്ലാം അയാൾ കൂട്ടുന്നുണ്ട്. ഒരു മാസത്തിൽ, ഒരു വർഷത്തിൽ നിർബന്ധമായി കൂട്ടുന്നുണ്ട്. അയാളുടെ ജീവിതം, അയാളുടെ ആയുഷ്കാലം എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത് അയാൾ കൂട്ടുന്നുണ്ടോ? നമ്മൾ പറയുന്നുണ്ട്, പത്രങ്ങളിൽ എന്നും കാണാം, 25 കൊല്ലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് യാത്രയാകുന്ന മുഹമ്മദിന്, അബൂബക്കറിന്, രാധാകൃഷ്ണന് എന്നൊക്കെ പറഞ്ഞ് ഇയാളെ ഇവിടുന്ന് യാത്രയാക്കണം. 25 വർഷം അല്ലെങ്കിൽ 30 വർഷം അയാൾ ഈ പ്രവാസ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് സമ്പാദിച്ചു എന്ന ചോദ്യം ആരും ചോദിക്കാറില്ല, ആരും അന്വേഷിക്കാറില്ല, ആരും അതൊക്കെ ആരായാറുമില്ല. വീടുണ്ടാക്കിയോടാ? ഒരു വീടുണ്ടാക്കി. പെൺകുട്ടികളെ കെട്ടിച്ചോ? പെൺകുട്ടികളെ കെട്ടിച്ചു. പിന്നെ അവിടെയും ഇവിടെയും ഒക്കെ കുറച്ച് കടകൾ തുടങ്ങി, എസ്റ്റേറ്റുകൾ വാങ്ങി, ഇങ്ങനെ അത്യാവശ്യം 10-25 കൊല്ലം നിന്നതുകൊണ്ടുണ്ടായ ഇതൊക്കെ ആരായും എല്ലാരും പറയും, നന്നായി. ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്നതറിയോ, 25 വർഷം ആ സാധു ഇവിടെ വന്ന് ഈ നാടിന്റെ വികാസത്തിന്റെ കൂടെ നടന്നിട്ടും ഒരു തുണ്ട് ഭൂമി പോലും ആ സാധുവിനില്ല. 25 കൊല്ലം അയാൾക്ക് വേസ്റ്റായി എന്നാ പറയുന്നത്. 25 കൊല്ലം അയാളുടെ ജീവിതം വെറുതെയായി. 10 കൊല്ലം അയാളുടെ ജീവിതം വെറുതെയായി. മതപരമായി ദീനിയായി ഈ 25-15 നമ്മൾ കഴിഞ്ഞുകൂടിയ ഈ കൊല്ലം
അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് ആയുസ് എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് എന്ത് ഉത്തരം പറയാൻ കഴിയും? ഇത് ആലോചിക്കണം. നമ്മൾ എന്താണ് നമ്മൾ ഉത്തരം പറയാ? പടച്ചോനോട് എന്താ പടച്ചോനോട് സമാധാനം പറയാം? ശരിക്കൊന്ന് ആലോചിക്കണം. നമ്മൾ എന്താ സമാധാനം പറയാം? എന്തെല്ലാം സമാധാനം ഓരോ ഓഫീസിലും നമ്മൾ പറയുന്നത് അറിയോ? ഓരോ നമ്മുടെ സംഗതിക്ക് ചെല്ലുമ്പോ ആ ഓഫീസുകളിലൊക്കെ നമ്മുടേതായ വിശദീകരണം ചോദിക്കുന്നുണ്ട്. വില്ലേജ് ഓഫീസ് ചെല്ലുമ്പോ നമ്മുടെ വിശദീകരണം പറയണം, നമ്മൾ ശരിക്കും പറഞ്ഞു കൊടുക്കണം. പഞ്ചായത്തില് ഒരു വോട്ടുണ്ടാക്കാന്, ഒരു ആശുപത്രിയിൽ ചെന്നാൽ ഒരു ഡോക്ടറോട്, ഒരു വക്കീലിനോട് എന്തെല്ലാം വിവരങ്ങൾ നമ്മൾ കൊടുക്കണം? ഒരു പാസ്പോർട്ട് എടുക്കാന് എന്തെല്ലാം വിവരം കൊടുക്കണം? ഒരു ഇഖാമ പുതുക്കാൻ ഈ വിവരമൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് കൊടുക്കാണ്. അള്ളാന്റെ മുമ്പിൽ നമ്മുടെ ആയുസ്സിന്, ഇന്നെന്റെ ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണേ. ഒരു ആയുഷ്കാലം മുഴുവൻ നിസ്കരിക്കാത്ത ഒരു മനുഷ്യന്റെ പരലോകത്ത് അയാൾ വരുമ്പോഴുള്ള അവസ്ഥ, ഒരു ആയുഷ്കാലം മുഴുവൻ കളവ് പറഞ്ഞ് ജീവിച്ച മനുഷ്യൻ അള്ളാന്റെ മുമ്പിൽ നിൽക്കുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഒരു ആയുഷ്കാലം മുഴുവൻ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ തൊള്ളയിൽ കൂടെ വായിലൂടെ കള്ളു കുടിച്ചൊരു മനുഷ്യൻ അള്ളാന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. എന്താണ് അയാൾ അതിന് സമാധാനം പറയാ? അള്ളാന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ സാഹചര്യവും സന്ദർഭവും ഉണ്ടായിട്ട് പടച്ചോൻ ചോദിക്കുന്ന ചോദ്യത്തിന് എന്തുത്തരം പറയാൻ കഴിയുന്ന? ആയുഷ്കാലം എന്തിന് ചെലവഴിച്ചു? ആയുഷ്കാലം എന്തിന് ചെലവഴിച്ചു? ഇതൊരു വലിയ പ്രശ്നമാണിത്, വലിയ ഒരു സംഗതിയാണ്. ആയുഷ്കാലം എന്തിന് ചെലവഴിച്ചു? എന്നിട്ട് അതിന്റെ ബാക്കിയാണ് അടുത്ത ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മിൻ ഉംരിഹി ഫീമ അഫ്നാഹു എന്നാണ്. ഫനാ എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു. എന്തിനാണ് നീ നിന്റെ ആയുഷ്കാലം നശിപ്പിച്ചതെന്നാ? എന്തിനു നശിപ്പിച്ചു? ഇതിലൊരു വളരെ സങ്കടകരമായൊരു സംഗതിയുണ്ട്. ഇങ്ങനെ താന്തോന്നിയായി ജീവിച്ച് ഇങ്ങനെ എവിടെങ്കിലും ഒരു മൂലക്കൽ കിടക്കേണ്ടി വന്നു. അനങ്ങാൻ വയ്യ, എണീക്കാൻ വയ്യ, എവിടേക്കും പോകാനും വയ്യ. ആ അവസ്ഥയിൽ അയാൾക്ക് ആഗ്രഹമുണ്ടായിട്ട് പോലും തിരിച്ചു വരാൻ കഴിയാത്ത ഒരു ആയുഷ്കാലത്തിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മൾ തന്നെ എല്ലാ ആളുകളും സങ്കടപ്പെടുന്നില്ലേ? പടച്ചോനെ ചെറുപ്പത്തിലേക്കൊന്ന് തിരിച്ചു പോകാൻ സാധിച്ചിരുന്നെങ്കിൽ. ആഗ്രഹമുണ്ട്, നടക്കൂല. ഇപ്പൊ അവിടെ വന്നതിന് ശേഷം നമ്മുടെ എത്ര സെക്കൻഡ്, എത്ര മിനിറ്റ്, എത്ര സമയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്തൊരവസ്ഥ. റസൂൽ പറയാം, വഅൻ ഇൽമിഹി, എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു. എന്നിട്ടോ വഅൻ ഇൽമിഹി ഫീമ ഫഅല, എന്തേ ആ വിവരം വെച്ച് നീ ചെയ്തത് എന്നാണ്. ആ വിവരം വെച്ച് നീ എന്ത് ചെയ്തു? വിവരം നിനക്കറിഞ്ഞു, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ നീ അത് ചെയ്തോ? നീ എന്തേ അതോട് ചെയ്തത്? നമ്മളെല്ലാവരും ഭയപ്പെടേണ്ട ഒരു വിഷയമാണത്. മദ്രസാ തലം മുതൽ ഒരു സമൂഹം ലക്ഷോപലക്ഷം കോടികൾ ചെലവഴിച്ച് ആയിരക്കണക്കിന് മദ്രസകൾ സ്ഥാപിച്ച് നമ്മളെ പഠിപ്പിച്ച് അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും അന്ന് നമുക്ക് മനസ്സിലാകാവുന്ന രൂപത്തിൽ പഠിപ്പിച്ച് ആ പഠിച്ചിറങ്ങിയ കുട്ടികളാണ് ഈ കള്ളുകുടിയന്മാരും വ്യഭിചാരികളും നിസ്കരിക്കാത്തവരും നോമ്പേൽക്കാത്തവരും തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നവരും മദ്രസയിൽ പോകാത്തവരെല്ലാം മദ്രസയിൽ പഠിച്ചവരാ. അത് പഠിച്ചു എന്നുള്ള വിവരം അവർക്കുണ്ട്. അപ്പോ എന്തിനാ പഠിച്ചത്? ആ പഠിച്ചത് എന്ത് ചെയ്തു? നമ്മളെ കാര്യം ആലോചിച്ച് നോക്കോ. എത്ര തവണ പറഞ്ഞതാണ്, ഓരോ മീറ്റിങ്ങിലും ഓരോ സമയത്തും വലത്തേ കൈകൊണ്ട് കുടിക്കണം എന്ന് അനൗൺസ് ചെയ്യേണ്ട ദുർഗതി വന്നത് എന്താണെന്നറിയോ? പഠിക്കാഞ്ഞിട്ടല്ല, അതെന്ത് ചെയ്തു? ഇത് നമ്മൾ അള്ളാഹിനോട് എന്താ പറയാ? ഒരു സമാധാനം എന്താ പറയാ? പഠിച്ചൊരു വിഷയം അതിനെതിരായിട്ട് ചെയ്താൽ എന്താണ് അള്ളാഹിനോട് സമാധാനം പറയാ? അറിയാത്തത് പോട്ടെ, അറിഞ്ഞ ഒരു കാര്യം അതെതിരായി കളവ് പറയാൻ പാടില്ല, നുണറിയാൻ പാടില്ല എന്ന് പഠിച്ചിട്ട് പച്ച കളവ് പറയുമ്പോ
അള്ളാഹ് ചോദിക്കാൻ നിനക്കറിയില്ല? അറിയായിരുന്നു. അറിയില്ല എന്നല്ല, അറിയാമായിരുന്നു. പിന്നെന്താ ചെയ്തത്? അതാ പ്രശ്നം. ഇത് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അള്ളാന്റെ മുമ്പിലാണ് ഈ നിൽക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു കോപിക്കുന്നവനുമാണ്. പക്ഷെ മഹ്ശറയിലുള്ള അത്ര കോപം, വിചാരണന്റെ സമയത്തുള്ള അത്ര കോപം അള്ളാഹുവിന് ഒരിക്കലും ഉണ്ടാവുകയില്ല. അത്ര കോപമായിരിക്കും അന്ന് അള്ളാഹുവിന് ആ ദിവസം എന്നാണ്. കാരണം എന്താ അറിയോ? തിന്നാനും കുടിക്കാനും സുഖമായി ജീവിക്കാനും അള്ളാഹു ആയുസ്സും ആരോഗ്യവും എല്ലാം കൊടുത്തിട്ട് അത് തിന്നും കുടിച്ചും എല്ലാം ചെയ്തും നേരെ അള്ളാന്റെ മുമ്പിലേക്ക് ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ അറിയാൻ അയാളെ കൊണ്ട് അള്ളാഹ് പറയിപ്പിക്കുക. പഠിച്ചിരുന്നല്ലോ, എന്തേ ചെയ്തത്? സുബ്ഹിക്ക് എഴുന്നേൽക്കണമെന്ന് പഠിച്ചിരുന്നല്ലോ, ചെയ്തോ? സക്കാത്ത് കൊടുക്കണമെന്ന് പഠിച്ചിരുന്നല്ലോ, ചെയ്തോ? സദഖ കൊടുക്കണമെന്ന് പഠിച്ചിരുന്നല്ലോ, ചെയ്തോ? പറ്റിക്കരുത്, ചതിക്കരുത്, വഞ്ചിക്കരുത്, കളവ് പറയരുത്, പറഞ്ഞു, ചെയ്തോ? അറിയായിരുന്നല്ലോ, ചെയ്തോ? ഇതാണ് ഫീമ ഫഅല. എന്തേ കിട്ടിയ വിവരം കൊണ്ട് നീ ചെയ്തത്? അള്ളാഹ് ഈ ചോദ്യത്തിന് ഉത്തരം പറയാതെ മാ ഖദമാന, രണ്ട് കാലുകൾക്കും മുന്നോട്ട് വെക്കാൻ അള്ളാഹ് അനുവദിക്കൂല എന്നാണ്. അടുത്ത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞേ വഅൻ മാലിഹി, വിശദീകരണം ആവശ്യമല്ല. ധനം എന്ത് ചെയ്തു? എവിടുന്നേ സമ്പാദിച്ചത്? എങ്ങനെ ചെലവഴിച്ച്? എന്തേ അത് ചെയ്തത്? പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പരലോകത്ത് വന്ന് നമ്മുടെ പാൻ കാർഡുകളുടെ എണ്ണത്തിനനുസരിച്ചാണ് പരലോകത്ത് വിചാരണ ചെയ്യുന്നതെന്നുള്ളത് അതിന്റെ വലുപ്പത്തരല്ല, ആ കാർഡുകൾക്ക് നമ്മൾ കണക്ക് പറയേണ്ടി വരും. കാരണം സമ്പാദ്യം അല്ലാഹ് തന്നതാ. ഈ നാട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന കൊണ്ട് ഇങ്ങനെയായി, അള്ളാഹു ഔദാര്യം നൽകി. ആ ഫദ്ല്, ഔദാര്യം ഇഷ്ടം പോലെ എന്ന് തന്നെ പറയാം. ലോകം മുഴുവൻ, 3-4 ലോക രാജ്യങ്ങൾ മുഴുവൻ ഇത് അനുഭവിക്കുകയാണ്, ഇതിന്റെ സൗകര്യം. അതിൽ നമ്മളും ഭാഗവാക്കാവുന്നു. ഈ പൈസ എന്താ ചെയ്യണത്? ഈ സമ്പാദ്യം എന്താ ചെയ്യണത്? ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ടോ? അത്യാവശ്യത്തിന് ചെലവഴിക്കുന്നുണ്ടോ? അത് സമ്പാദിക്കുന്ന വഴി ക്ലിയറാണോ? സത്യസന്ധമാണോ? ന്യായമാണോ? അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണോ? വെറുക്കുന്നതാണോ? ഇത് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾക്കറിയാലോ, എല്ലാ ദിവസവും എല്ലാ സമയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വയറ് നിറച്ചു ഭക്ഷണം കഴിക്കാൻ നൂറുകണക്കിന് അനുയായികള് കൊണ്ടുപോയി കൊടുക്കാൻ എന്തും പറഞ്ഞാൽ ചെയ്യാവുന്ന അനുയായികൾ ഉണ്ടായിട്ടാ റസൂലുള്ളാഹ് അങ്ങേയറ്റം അവശനും കഷ്ടപ്പെടുന്നവരും ബുദ്ധിമുട്ടുന്നവരുമായി മരിച്ചു പോകേണ്ടി വന്നത് എന്തുകൊണ്ടാ? നമ്മൾ ആലോചിക്കണം. അതിന്റെ മഹത്വം അവിടെ പോയി പല ആളുകളും നന്നില്ലാത്ത നിറം കെട്ട വർത്താനം പറയും. പല ആളുകളും 10-20 കൊല്ലം ഇവിടെ ഉണ്ടായിട്ടെന്താ? ഒന്നും ഉണ്ടാക്കിയേ. എല്ലാ സ്ഥലത്തും സ്ഥലമൊക്കെ വാങ്ങിക്കൂട്ടി, ഒരുപാട് കമ്പനികൾ, ഒരുപാട് പരിപാടിക്ക് ഷെയർ കൂടി, ഒരുപാട് സമ്പാദ്യം ഉണ്ടാവും. പക്ഷെ തൊള്ളിന്ന് വരുന്ന വർത്താനം എന്താ അറിയോ? 10-20 കൊല്ലം ഇവിടെ ഉണ്ടായി, ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ. 20 കൊല്ലാണ് പോയി. പച്ചക്കളവ് വരച്ച വെച്ചമാരോട് പറയും, നന്ദികേട് പറയും, നന്ദികേട്. അള്ളാന്റെ മുമ്പൊന്നും ഇത് പറയാൻ പറ്റൂല്ലോ. പടച്ചോനെ എനിക്ക് അവിടെ ഇതൊന്നും അള്ളാന്റെ മുമ്പിൽ ഇത് ഭാരമായി വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സമ്പാദ്യമല്ല, അതുണ്ടാക്കി അതിൻ്റെതായ രൂപത്തിൽ വിനിമയം ചെയ്തിട്ടില്ലെങ്കിലുള്ള ദുരിതാണത്. വിനിമയം ചെയ്തിട്ടില്ലെങ്കിൽ എന്നിട്ട് അള്ളാഹ് നമ്മൾ വിശദീകരിക്കണില്ല. വഅൻ ജിസ്മിഹി, ഈ ശരീരം ഉണ്ടല്ലോ, ഫീമ അബ്ലാഹു, എങ്ങനെ അത് തൊലച്ചു കളഞ്ഞു എന്നാ. എങ്ങനെ അത് ഈ അറബി വാക്കിന്റെ അർത്ഥം എങ്ങനെ അത് നശിപ്പിച്ചു, തൊലച്ചു കളഞ്ഞു എന്നാ. ശരീരം എന്നും കുളിപ്പിക്കുകയാണ്. ഇതൊരു ദിവസം അവസാനത്തെ കുളിപ്പിക്കല, അത് അയാൾ കുളിക്കല്ല, അയാളെ കുളിപ്പിക്കുകയാണ്. എന്നും നമ്മൾ കുളിക്കുകയാണ്. മുടി ചീകുന്നോ, സുഗന്ധം പൂശുന്നോ, നല്ല ശരീരം, ആരോഗ്യ സംരക്ഷണം, മരുന്ന് കുടിച്ചും ഭക്ഷണത്തിൽ ക്രമം പാലിച്ചൊക്കെ ഭംഗിയായി പാലിക്കുന്ന ഈ ശരീരം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിരവധി തവണ പറഞ്ഞതാ. പടച്ചവന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ ആരുടെയെങ്കിലും ചീത്ത കിട്ടണോ?
അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന്റെ എവിടെങ്കിലും ഭാഗത്തൊരു വിയർപ്പ് പൊടിഞ്ഞുകണോ? പടച്ചവന് വേണ്ടിയിട്ട് നമുക്കൊരു പനി പിടിച്ചുകണോ? ജലദോഷം പിടിച്ചുകണോ? പടച്ചവന് അഥവാ നമ്മൾ ഒരു ഖുർആൻ ക്ലാസ്സിനോ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ ഹാളിൽ അടച്ചു വെച്ചൊരു പരിപാടിക്ക് പങ്കെടുത്ത് എന്തെങ്കിലും ഒരു ജലദോഷമോ പനിയോ വന്നാൽ ഞാനും നിങ്ങളും അപ്പ പറയും, ഇന്നത്തെ ക്ലാസ്സിന് ഇന്നത്തെ പരിപാടിക്ക് പോയതുകൊണ്ട് കിട്ടിയ ഉപകാരപ്പത്, ഇനിയിപ്പോ 2 ആഴ്ച ഇതിന്റെ മെനക്കെടുണ്ടാവും. അതൊരു പ്രാക്ക് പോലെ നമ്മളാണ് പറയും. നമ്മൾക്ക് പരലോകത്ത് കൊണ്ടുപോകാനുള്ള ഒരു രോഗം അതാണ്. അള്ളാന്റെ മാർഗത്തിൽ നമുക്ക് കിട്ടിയ ഒരു ഗുണം അതാണ്. പക്ഷെ അത് നമ്മൾക്കൊരു ശാപം പോലെ പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ശരീരം അള്ളാന്റെ മുമ്പിൽ ചെല്ലണം. അതിനെപ്പറ്റി കണക്ക് പറയാൻ ഇത് വളർത്തിക്കൊണ്ടുവന്നത് പടച്ചോനാ. നമ്മളെ എത്രയോ തവണ പറഞ്ഞില്ലേ, എത്ര തവണ ഒരാളുടെ കരള് കേടുവന്നാൽ അത് ഇപ്പൊ ഫ്രഷായി മാറ്റിവെക്കും. 50 ലക്ഷം അരക്കോടി ഉറുപ്പ്യാണ് വേണ്ടത്. ഒരു നയാ പൈസ ചെലവില്ലാതെ ശരീരത്തിൽ അതിങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് ഒരു ഉറുപ്പിക പോലും നമ്മൾ ആ വളർച്ചയിൽ ഒരു പങ്കും വഹിക്കണില്ല. ആ കരള് തന്ന പടച്ചോൻ അതിന് തകരാറ് വരുത്തി, സ്വന്തം ജീവിതശൈലി കൊണ്ട് തകരാറ് വരുത്തി അത് കേടുവരുത്തിയിട്ട് രണ്ടാമത് വേറൊരാളിൽ നിന്ന് അത് മാച്ച് നോക്കി സ്വീകരിച്ച് വളർത്തിക്കൊണ്ടുവരാൻ 50 അരക്കോടി ഉറുപ്പ്യാണ് ചെലവ്. അരക്കോടി ഉറുപ്പ്യ. ഒരു എല്ല് പൊട്ടിയാൽ, ഞരമ്പ് പൊട്ടിയാൽ, രക്തം വാർന്നു പോയാൽ ഒരു പൈസ പോലും സ്വീകരിക്കാതെ പടച്ച തമ്പുരാൻ തന്ന ഈ ശരീരം ആ അള്ളാന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പടച്ചോനോട് ഈ ശരീരത്തെക്കുറിച്ച് എന്തിന് നീ ഇത് തൊലച്ചു എന്ന് ചോദിച്ചാൽ എന്താ നമുക്ക് സമാധാനം പറയാനുള്ളത്? അതുകൊണ്ടാണ് വലിയ വിചാരം മരണവിചാരാണെന്ന് പറയണത്. വലിയ വിചാരം മരണവിചാര. ചെന്നാണ് കടന്നാൽ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ കടന്നാൽ അത് അവസാനത്തെ കടത്താന്ന് മനസ്സിലായിക്കൊള്ളണം. അയാളുടെ ഡ്രസ്സ് അയാൾ ഊരിക്കൊള്ളണം എന്നില്ല. മയ്യത്ത് കുളിപ്പിക്കണോണെങ്കിൽ അത് ഊര. അത്ര ദുർബലമാണ് നമ്മുടെ അവസ്ഥ. ഞാൻ ഒരു ഹദീസും കൂടി പറഞ്ഞിട്ട് മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട തുടർഭാഗങ്ങൾ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഇൽമു ഇൽമാനി, വിജ്ഞാനം 2 തരം, വിവരം. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ. പഠനം എന്നുള്ളത്, വിജ്ഞാനം എന്നുള്ളത്, വിവരം എന്നുള്ളത് 2 തരം. ഒന്ന് ഇൽമുൻ ഫിൽ ഖൽബി, ഖൽബിന്റെ വിവരാണ്, മനസ്സിൽ ആഴത്തിൽ ഇറങ്ങിയ വിജ്ഞാനം. റസൂൽ പറയണേ ഫദാക ഇൽമുൻ നാഫിഅ, അതാണ് ഉപകാരപ്രദമായ വിവരം. മനസ്സിലേക്ക് ഇറങ്ങിയ വിവരം, മനസ്സിനെ സ്വാധീനിക്കുന്ന വിവരം, മനസ്സിലേക്ക് ഇറങ്ങിയ വിവരം, മനസ്സിനെ സ്വാധീനിക്കുന്ന വിവരം, അത് ഉപകാരപ്രദമായ മനസ്സിലാണ് വിജ്ഞാനം വേണ്ടത്. വിവരം, അറിവ്, അത് തഖ്വയോട് കൂടിയ അറിവാണ്. അതാണ് ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നത്. തഖ്വയോട് കൂടിയ വിവരം എന്നുള്ളത് അറിവെല്ലാവർക്കും ഉണ്ടാവാം. പക്ഷെ അത് മനസ്സിലേക്ക് ഇറങ്ങുമ്പോഴാണ് പ്രവർത്തനത്തിലേക്ക് വരിക എന്ന് റസൂൽ അതിനെ വിശദീകരിച്ചു. എന്താണ് വിവരത്തിന്റെ 2ാം ഭാഗം? ഏതാണ് 2ാമത്തെ വിവരം? വഇൽമുൽ ലിസാൻ, നാവിന്റെ വിവരം. റസൂൽ പറയാണ് ഫദാലിക ഹുജ്ജത്തുല്ലാഹി അലാ ഇബ്നു ആദം, അത് ആദമിന്റെ മകനെ, മനുഷ്യനെ നാളെ പരലോകത്ത് വെച്ച് പിടികൂടാൻ അള്ളാഹുവിനുള്ള ന്യായമാണ് ആ നാവ്. അയാൾക്കത് അറിയും എന്ന് അയാൾ നാവ് കൊണ്ട് പറയുന്നുണ്ട്. അതനുസരിച്ച് അയാൾ ജീവിക്കുകയോ അയാളുടെ മനസ്സിലേക്ക് അത് ഇറങ്ങിപ്പോവുകയോ ചെയ്യും. തഖ്വയില്ലാത്ത വിവരം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ഇങ്ങനെ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ, ഉപകാരമില്ലാത്ത വിവരം എനിക്ക് വേണ്ട റബ്ബേ. വഖൽബിൻ ലാ യഖ്ശ, ഒരു ഭയപ്പാടുമില്ലാത്ത ഹൃദയവും എനിക്ക് വേണ്ട റബ്ബേ. അതിൽ നിന്ന് ഞാൻ എന്നോട് കാവലിനെ തേടുന്നു. ഒരുപാട് കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. ആ പഠിക്കുമ്പോഴെല്ലാം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അത് നമുക്കൊരു വിവരം കിട്ടിയതാണ്. ആ വിവരത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ഒരുപാട് സംഗതികൾ, തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകും. ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വരും. അതിനാണ് നമ്മൾ ഈ ആമുഖം പറഞ്ഞത്. റസൂലുള്ളാഹി ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞു, വമിൻ ദുആഇൻ ലാ യസ്മഉ,
അള്ളാഹുവിന്റെ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുന്നു. വിശദീകരിക്കേണ്ടയില്ല. വമിൻ നഫ്സിൻ ലാ യശ്ബഉ, മതിതീരാ, എത്ര കിട്ടിയാലും മതി വരാത്ത ആർത്തി, അങ്ങനെയുള്ള ജീവിതത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. അപ്പൊ നമ്മള് മരിക്കും സഹോദരന്മാരെ. ഇപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മൾ പോയി, ഇന്ന് ഭക്ഷണം കഴിഞ്ഞ് ഇന്ന് കടന്നു, നമ്മളിപ്പൊ മരിച്ചു നിൽക്ക, ഇന്ന് മരിച്ചു നിൽക്ക. എവിടെയായിരിക്കും നമ്മുടെ ഇരിപ്പിടം? ഈ ചോദ്യങ്ങൾക്ക് എന്താവും നമ്മുടെ ഉത്തരം? നമ്മളിപ്പോ ഈ സദസ്സിലുള്ള നമ്മളൊരു, ഞാനും നിങ്ങളും, എന്തായിരിക്കും നമുക്ക് അള്ളാഹിനോട് പറയാണ്ടാകുക? ഇത്ര കാലം ആയുസ് കിട്ടിയോണ്ട് നമ്മൾ എന്ത് ചെയ്തു? പരിപൂർണമായി ഉത്തരം ചെയ്യാൻ നമുക്ക് കഴിയോ? സാധിക്കോ? എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് ആലോചിച്ചിട്ടാണ് കിടന്നുറങ്ങേണ്ടത്. അപ്പോഴാണ് പ്രാർത്ഥനയും കാര്യമൊക്കെ കഴിഞ്ഞ് ശരീരം മുഴുവൻ തടവി നമുക്ക് ഉറങ്ങാൻ തോന്നൽ അപ്പോഴാ. കാരണം നാളത്തെ കണക്കൂട്ടൽ കൊണ്ടൊക്കെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. ആ സാധ്യത വെച്ച് നമ്മൾ ഉറങ്ങാണ്, ഉണർന്നോളണമെന്നില്ല. അപ്പൊ ഇന്നത്തെ പത്രം എടുത്ത് നോക്കി, എത്ര ആൾ മരിച്ചു? നാളത്തെ പത്രത്തിലും കുറെ ആൾക്കാർ മരിച്ചു. അതിൽ വളരെ ചുരുങ്ങിയ ആളുകളുടെ റിപ്പോർട്ടാ പത്രത്തിൽ വരുന്നത്. ഇതൊക്കെ മരിച്ചു പോവുകയാണ്. ഇവിടെ ജീവിച്ചവരാണവർ. കുടുംബം ഉണ്ടായിരുന്നു, കൂട്ടുണ്ടായിരുന്നു, ചങ്ങാതിമാരുണ്ടായിരുന്നു, എന്തെല്ലാം വിഷയത്തിൽ അവർ ഇടപെട്ടുപോയി, മരിച്ചു എന്നേക്കുമായി. ആലോചിച്ച് നോക്കി നിങ്ങള്, ഈ ദുനിയാവും അവരും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞുപോയി. ഇവിടെ ജനിക്കാത്ത ഒരുപാട് കുട്ടികളുണ്ടല്ലോ, എന്നാൽ ജനിച്ചിട്ടില്ല, അവരൊക്കെ വരാൻ നിൽക്കുകയാണ്. ഒരുപാട് ഉമ്മമാരുടെ ഗർഭാശയത്തിലൂടെ അവർ വരാൻ നിൽക്കുകയാണ്. അവരാരും ഇല്ലല്ലോ എന്നതുപോലെ മരിച്ചവരിപ്പോ ഇല്ല, അവർ പോയി. പക്ഷെ അവരിവിടെ മരിച്ച് ഇവിടെ ജീവിച്ചു മരിച്ചവരാ. ഇത് നമ്മൾ എല്ലാവരും ആലോചിക്കണം. അവിടെ ഈ പറഞ്ഞ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബത്തിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ യൗമഇദിൻ ശഅനുൻ യുഗ്നി. പാപ്പല്ല, ഉമ്മല്ല, എല്ലാരും വിട്ട് സ്വന്തം കാര്യം, അവനവന് തന്നെ എമ്പാടും ആ കാര്യമാണ് ഈ പറഞ്ഞത്. ഇതിനൊക്കെ ഉത്തരം പറയാതെ അള്ളാന്റെ മുമ്പിൽ നിന്ന് നീങ്ങാൻ കഴിയില്ല. കാരണം അവിടെ സമയം നിശ്ചയിച്ചിട്ടൊന്നുമില്ല. അവിടെ സമയം വെച്ചിട്ടുമില്ല. 5 മിനിറ്റ് ഒരാൾക്ക്, 10 മിനിറ്റ് ഒരാൾക്കൊന്നുമില്ല. അയാളുടെ വിചാരണ സമ്പൂർണ്ണമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മഹ്ശറ ഇവിടുത്തെ 1000 വർഷത്തിന് തുല്യമാണ് അവിടുത്തെ ഒരു ദിവസം, 50,000 വർഷത്തിന് തുല്യമാണ് അവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തരെയും കൃത്യമായി വിചാരണ ചെയ്യാതെ പോകൂല. ഇത് നമ്മളാ ഭയപ്പെടേണ്ടത്. അത് നമ്മുടെ സ്വന്തം ജീവിതം. എനിക്ക് എന്നെ മറച്ചു വെക്കാൻ കഴിയുമോ? എനിക്ക് എന്നെ പറ്റി കളവ് പറയാൻ പറ്റുമോ? എന്നോട് കളവ് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് നിങ്ങളോട് കളവ് പറയാൻ പറ്റുമോ? വേറൊരാൾ എനിക്ക് എന്നെ പറ്റിയിട്ട് നിങ്ങളോട് കളവ് പറയാം, പക്ഷെ എനിക്ക് എന്നെ പറ്റിക്കാൻ പറ്റുമോ? എനിക്ക് എന്നോട് കളവ് പറയാൻ പറ്റുമോ? എനിക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? എന്റെ മനസ്സിൽ ഇങ്ങനെ ചാടൂലേ എന്ത് ന്യായീകരിച്ചാലും? അതാണ് സ്വന്തം ജീവിതത്തിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കി പോയാൽ കബറിടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെക്കുന്ന ആളുകൾ ഏതാളായാലും, ആരും നിസ്കരിച്ചിട്ടില്ലെങ്കിലും, ആരും നമ്മളെ മറമാടിയില്ലെങ്കിലും, ആരും നമ്മളെ കുളിപ്പിച്ചിട്ടില്ലെങ്കിലും, കഫൻ ചെയ്തിട്ടില്ലെങ്കിലും, വല്ല വിമാനത്തിൽ പൊട്ടേ, കടലിന് മുങ്ങേ, ആരും കാണാതെ ഏതെങ്കിലും കാട്ടിൽ മരിച്ചടക്കേ, ജന്തുജാലങ്ങൾ തിന്നുപോയാൽ ഒരു നയാ പൈസന്റെ വേദന നമുക്കില്ല. ഒരു നഷ്ടം അതുകൊണ്ട് വരാല്ല. ഒന്നും വരൂല. കാരണം എന്താ അറിയോ? അതൊന്നുമല്ല കാര്യം, അതിന് ശേഷമുള്ളതാ കാര്യം. അത് ഇവിടെ ഉള്ളവർക്കുള്ളത്. അതാണ് ഈ നിയമം. കിട്ടാത്തവരതൊന്നും ഒരു നിയമമില്ല. അവരുടെ ആ പ്രവർത്തനം വിറ്റ് അവർ അള്ളാന്റെ അടുത്തേക്ക് എത്തി. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിനോട് അനുബന്ധമായി 1-2 കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. കൂടുതൽ നെട്ടിപ്പരത്തി പറയാനൊന്നുമില്ല. ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ പിന്നീട് അടുത്ത ക്ലാസ്സിൽ പറയാൻ വിചാരിച്ചിട്ടാണ്. നമ്മൾ ഈ മയ്യത്തെ കുളിപ്പിക്കുന്ന രൂപം പറഞ്ഞിരുന്നു. കഫൻ ചെയ്യുന്ന ഞാൻ അവസാനം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം കഫൻ ചെയ്യണം. അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ട്. മറഞ്ഞ മയ്യത്തിന് വേണ്ടിയുള്ള നിസ്കാരം പലരും
ഫോണിലൂടെയും അല്ലാതെയും വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ അത് കൃത്യമായി നടന്നു വരുന്നൊരു പരിപാടിയാണ്. അപ്പൊ അതൊന്ന് വിശദീകരിക്കാഞ്ഞാല് പിന്നെയും അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അതായത് മറഞ്ഞ ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് വേണ്ടി ഒരാൾ നിസ്കരിച്ചാൽ എല്ലാവരും കുറ്റത്തുനിന്ന് പോകുന്നുള്ളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു. എന്നാൽ നമ്മുടെ നാട്ടിൽ പലരും മരണപ്പെടുന്നു. ഇവിടെ തന്നെയും പല സ്ഥലങ്ങളിലും മരണപ്പെടുന്നു. ഈ മരണപ്പെടുന്ന ആളുകൾക്ക് അവരുടെ മയ്യത്ത് ജനാസ മുമ്പിലില്ലാതെ നമ്മൾക്ക് നിസ്കരിക്കേണ്ടതുണ്ടോ, നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് അതിന്റെ വിശദീകരണം പറയണത്. രണ്ട് തെളിവാണ് ഈ വിഷയത്തിൽ ഉള്ളത്. മറഞ്ഞ മയ്യത്തുമായി ബന്ധപ്പെട്ട തെളിവ് രണ്ടെണ്ണം. മൂന്നാമത്തേത് വളരെ ദുർബലമാണ്, അതുകൊണ്ട് അത് പറയേണ്ടതില്ല. ഈ 2 തെളിവ് എന്താണ് അത് വിശകലനം ചെയ്യാണ്. ഒരുപാട് സമയമല്ല, 2-3 മിനിറ്റ് കൊണ്ട് പറയാം. റസൂലുള്ളാഹിന്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 മറഞ്ഞ മയ്യത്തിന് നമസ്കരിച്ചു. ഒന്ന്, പ്രവാചക തിരുമേനി ആദ്യം ഹിജറ പോയ സ്ഥലം അബ്സീനിയാണ്, എത്യോപ്യ. അവിടെയുള്ള രാജാവ് മാത്രം, നജ്ജാഷി രാജാവ് മാത്രം ഇസ്ലാം സ്വീകരിച്ചു. വേറെ ആരും ഇസ്ലാം സ്വീകരിച്ചില്ല. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, ക്രിസ്ത്യനായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ തന്നെ വെച്ചു മരണപ്പെട്ടു. എന്നാണ് കാഫിറുകളുടെ നാട്ടിൽ വെച്ചു മരണപ്പെട്ടു. മരണപ്പെട്ട വിവരം വഹിയ മുഖേന റസൂലുള്ളാഹിക്ക് കിട്ടി. നിങ്ങളുടെ സഹോദരൻ നജ്ജാഷി അദ്ദേഹത്തിന്റെ നാട്ടിൽ മരണപ്പെട്ടു, അവിടെ മുസ്ലിമായിട്ട് ആരുമില്ല. അതുകൊണ്ട് ഈ വിവരം റസൂലുള്ളാഹി സ്വഹാബത്തിനെ അറിയിച്ചു. നമ്മുടെ സഹോദരൻ നജ്ജാഷി മരണപ്പെട്ടിട്ടുണ്ട്, നമ്മൾക്ക് അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാം. അങ്ങനെ മുമ്പിൽ മയ്യത്ത് ഇല്ലാതെ, ബാക്കി ഞാൻ പറയാം, മുമ്പിൽ മയ്യത്തില്ലാതെ നബിയും സ്വഹാബത്തും അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ച നമസ്കാരമാണ് മറഞ്ഞ മയ്യത്തായിട്ട് നിസ്കരിച്ച ഒരു നിസ്കാരം. ഇതിന്റെ വിശദാംശം. ഈ നജ്ജാഷിയെ അവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നിസ്കരിച്ചു. 1. 2, നജ്ജാഷിയുടെ മൃതശരീരം ജനാസ പ്രവാചക തിരുമേനിക്ക് കാണാവുന്ന രൂപത്തിൽ അള്ളാഹു പ്രവാചകന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചു എന്ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ ഫത്തുഹുൽ ബാരി ഉദ്ധരിക്കുന്നു. അപ്പൊ മറഞ്ഞ മയ്യത്ത് എന്നുള്ളത് സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് മറഞ്ഞ മയ്യത്തല്ലാതെയായി. പക്ഷെ സഹാബത്ത് മറഞ്ഞ മയ്യത്താ നിസ്കരിച്ചേ. 3, ആരെങ്കിലും ഒരാൾ നിസ്കരിക്കണ്ടേ, ആ നിസ്കാരം അവിടെ നടത്താത്തത് കൊണ്ടാണ് ഇവിടെ നിസ്കരിച്ചത്. മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരല് പ്രായോഗികമെല്ലാം നടക്കൂല, അദ്ദേഹത്തെ അതിന്റെ ആളുകൾ അവിടെ മറമാടുന്നത് കൊണ്ടാണ് ഇവിടെ വെച്ച് നിസ്കരിക്കേണ്ടെന്ന്. ഇതാണ് മറഞ്ഞ മയ്യത്തിന്റെ നിസ്കാരം. 2, പ്രവാചകന്റെ പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു ആളുണ്ടായിരുന്നു. ആണോ പെണ്ണോ എന്നുള്ളത് അവിടെ കിടക്കട്ടെ, ഒരാളുണ്ടായിരുന്നു. പ്രവാചകന്റെ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന ഈ പള്ളി അടിച്ചു വാരിയിരുന്ന ആളെ അന്വേഷിച്ചപ്പോ അവര് മരണപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു. 1, 2, 3 ദിവസമല്ല കഴിഞ്ഞിങ്ങനെ കേട്ടോ, 1 മാസത്തിന്റെ മേലെ കഴിഞ്ഞണം. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ആ വിവരം എന്നെ അറിയിച്ചില്ല? നിങ്ങളത് നിസ്സാരമായി കണ്ടുവല്ലേ എന്നുള്ള അർത്ഥത്തിലാണ്. സ്വഹാബത്ത് ഇവിടെ ഇപ്പൊ നമ്മൾ ആലോചിക്കണം. എന്നിട്ട് ഈ മരണപ്പെട്ട ആളുടെ മയ്യത്ത് നബി നിസ്കരിക്കുന്നത് ആ ചോദിച്ച പള്ളിയിൽ വെച്ചിട്ടല്ല, പ്രവാചകന്റെ വീട്ടിൽ വെച്ചിട്ടല്ല, എവിടെയും വെച്ചിട്ടല്ല. എവിടെയാണ് അവരെ മറമാടിയത്? മറമാടിയ മക്ബറ കാണിച്ചു കൊടുത്തു, ഖബർ കാണിച്ചു കൊടുത്തു. ആ ഖബറിനെ ചെന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മയ്യത്ത് നമസ്കരിക്കുന്നത്. മറഞ്ഞു എന്നുള്ളത് മണ്ണിന്റെ ചോട്ടിലാണ്, പക്ഷെ ഖബർ മുമ്പിലുണ്ട്. ഇതാണ് രണ്ട് സംഭവം. റസൂലുള്ള പള്ളിയിൽ വെച്ചിട്ട് അന്ന് ഞാൻ നിസ്കരിക്കട്ടെ എന്ന് പള്ളിയിൽ വെച്ചിട്ട് നിസ്കരിക്കല്ല, ആ മക്ബറയിൽ പോയിട്ട് ഖബർ, അദ്ദേഹത്തിന്റെ ഖബർ കാണിച്ചു കൊടുത്ത് അവിടെ വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. ഇതാണ് 2 മറഞ്ഞ മയ്യത്ത് നിസ്കാരം. ഈ 2 നിങ്ങളൊന്ന് വിശകലനം ചെയ്ത് നോക്കൂ സ്വന്തം നിലക്ക്. 2, 1 നജ്ജാഷിൻ്റെത് മറഞ്ഞ മയ്യത്ത് നബിനെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞതല്ല, സ്വഹാബത്തിന് മറഞ്ഞതാണ്. അവിടെ നിൽക്കട്ടെ, ആരും അവിടെ നിസ്കരിച്ചുള്ള കുളിപ്പിച്ചിട്ടില്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ ലഭിക്കാണ്ടായത്, അങ്ങനെ നബി നിസ്കരിക്കാണ്ടായത്. ഇത് വെച്ചിട്ടൊരാൾ എന്നാലും നബി മറഞ്ഞ മയ്യത്തിന് നിസ്കരിച്ചല്ലോ എന്ന് വിചാരിച്ചൊരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം
തെറ്റാണ്, ഹറാമാണ്, ബിദ്അത്താണ് എന്ന് വലിയ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. അത് നിസ്കരിക്കാൻ പാടില്ല. കാരണം ഒരുപാട് ആളുകൾ നബിന്റെ കാലത്ത് മരിച്ചു, നബി അറിയാതെ പിന്നീട് വന്ന് വിവരമറിഞ്ഞ്. പല സ്ഥലത്തും നബി മദീനയിൽ ഉണ്ടായിരിക്കെ പല സ്ഥലത്തും മരണവിവരം അറിഞ്ഞു. അവർക്കൊന്നും നബി മദീനയില് പള്ളിയിൽ ഒരു നമസ്കാരം സംഘടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് രണ്ടാമത്തത്, മറഞ്ഞ മയ്യത്തിന് നിസ്കരിക്കണം എന്നുണ്ടോ? നിസ്കരിക്കാം. ഖബറിങ്ങൽ പോയിട്ട് അവിടെ പോയി നിസ്കരിക്കണം. നാട്ടിൽ ചെന്നിട്ട് നിസ്കരിച്ചോളി, ഖബറിങ്ങൽ പോയി നിസ്കരിച്ചോളൂ. അല്ലാത്ത ഒരു സമ്പ്രദായമില്ല. എന്തിനാ ഇതിങ്ങനെ പറയുന്നത് അറിയോ? പ്രവാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ പലരും മരിക്കുന്നുണ്ട്. നമ്മുടെ റൂമിലുള്ള സുഹൃത്തിന്റെ വാപ്പയമ്മയൊക്കെ മരിക്കുമ്പം സ്വാഭാവികമായും ഒന്ന് നിസ്കരിക്കണ്ടേ? ഇവിടെയാണ് നമ്മൾ ദീൻ മുറുകെ പിടിക്കുക എന്നുള്ള സംഗതി നടത്തേണ്ടത്. നമുക്ക് ഒരു സഹതാപുണ്ട്. എന്തിനാണ് മയ്യത്തുസ്കാരം? മയ്യത്തുസ്കാരം എന്തിനാ? അയാൾക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, നമ്മൾക്ക് കൂലി കിട്ടാനാണ് നമ്മളത് നിർവഹിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കണം. മയ്യത്തിന് കൂലി കിട്ടാനല്ല മയ്യത്ത് നിസ്കാരം. ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് അള്ളാന്റെ കൂലി കിട്ടാനാണ് മയ്യത്ത് നിസ്കാരം. മയ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ അറിയോ? അള്ളാനോട് ഷഫാഅത്ത് ചെയ്യുക, ശുപാർശ ചെയ്യുക. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, പടച്ചവനെ പുറത്തു കൊടുക്കണേ. ഇത് നിസ്കരിക്കാത്തൊരാൾക്കും ചെയ്യാവുന്ന പണിയാണത്. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരനോ ചങ്ങാതിയോ മാപ്പ ഉമ്മ മരിച്ചാൽ നമ്മൾ പടച്ചോനെ അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ, റബ്ബേ പുറത്തു കൊടുക്കണേ, നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന എന്നിട്ട് നിർത്തല്ല, അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത്, ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ മുഅ്മിനീങ്ങൾക്ക് പുറത്തു തരണം, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്കും റബ്ബേ നീ പുറത്തു കൊടുക്കണേ. അപ്പൊ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ ഇവിടെ മിക്ക പള്ളികളിലും എല്ലാ വെള്ളിയാഴ്ചയും 2, 3, 4 ആളുകളുടെ മയ്യത്ത് മരിച്ച ആളുകളുടെ വിവരം വരും. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മളൊക്കെ പോയിട്ട് അങ്ങനെ നിസ്കരിക്കുന്ന ഒരു പരിപാടി നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഇല്ല. എന്നാൽ ഒരു ക്ലോസ് ഉണ്ട് ഇതിന്. പണ്ഡിതന്മാർ ഇതിന് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ക്ലോസ്. ഇപ്പൊ എന്റെ വാപ്പ മരിച്ചു, അല്ലെങ്കിൽ എന്റെ ഉമ്മ മരിച്ചു, എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്തൊന്നും പോകാൻ പറ്റേ, ഉമ്മാന്റെ കബറിങ്ങൽ വാപ്പാന്റെ കബറിങ്ങൽ പോയി നിസ്കരിക്കാൻ പറ്റാത്ത ഒരാൾക്ക് പ്രധാനപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ നിസ്കരിക്കാം എന്ന ഒരു പരാമർശം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട, ഇപ്പൊ നമ്മളെ വാപ്പ മരിച്ചു, അപ്പൊ ഞാൻ നിസ്കരിക്കാം, എനിക്ക് നിസ്കരിക്കാം, നിങ്ങളല്ല എനിക്ക് നിസ്കരിക്കാം. ഉമ്മ മരിച്ചു, എനിക്ക് നിസ്കരിക്കാം. നിങ്ങളുടെ വാപ്പ മരിച്ചതിന് ഞാൻ നിസ്കരിക്കുന്നതല്ല പ്രധാനം, നിങ്ങൾ നിസ്കരിക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് പണ്ഡിതാഭിപ്രായമാണ്. ഇത് അനുസരിച്ച് ഒരാൾ നിസ്കരിച്ചാൽ അയാൾ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റൂല എന്നാണ്. കാരണം റസൂലുള്ള നജ്ജാശി അങ്ങനെ മരണപ്പെട്ടപ്പോൾ നിസ്കരിച്ചു. അതേസമയം പല ആളുകളും മരണപ്പെട്ടപ്പോൾ നബി നിസ്കരിക്കാത്തത് വളരെ പ്രമുഖനും ദീൻ വിശ്വസിച്ച നിഷ്കളങ്കനുമായ ഒരു നേതാവ് എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് വേണ്ടി റസൂലുള്ള പ്രത്യേകം പ്രാർത്ഥിക്കാൻ അള്ളാഹുവിന്റെ. അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ മകൻ, മകള്. അങ്ങനെ ഒരാൾക്ക് നിസ്കരിക്കാം എന്ന ഒരു ഓപ്ഷൻ പണ്ഡിതന്മാർ പലരും അവരവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ഫത്വയല്ല. ഏറ്റവും ഉത്തമം ഹദിയു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സുനന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ ചര്യയാണ് ഏറ്റവും ഉത്തമമായ ചര്യ. അതുകൊണ്ട് ഇവിടെ ഈ കത്ത് വരുന്നതിനും ഫോൺ വരുന്നതിനൊക്കെ കൂടിയിട്ടുള്ള ഈ നിസ്കാരം ഉണ്ടല്ലോ, ഇത് അടിയന്തരമായി നമ്മളതിൽ പങ്കെടുക്കരുത്. നമ്മൾ നമ്മുടെ വാപ്പ മരിച്ചില്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുക. വേണമെങ്കിൽ പ്രാർത്ഥനയാണ് പ്രധാനം, പ്രാർത്ഥിക്കുക. നമ്മൾ ജുമാഅത്തിൽ എത്ര കാലമായി ഇന്ന് വരെ അവിടെ എനിക്കറിയില്ല കേട്ടോ, അവിടെ ഒരു മയ്യത്ത് നിസ്കാരം ഇങ്ങനെ പല ആളുകളും വിളിച്ചു ചോദിക്കുന്നുണ്ട്, അവിടെ മയ്യത്ത് നിസ്കരിച്ചൂടെ. അതൊക്കെ നമ്മൾ ചെയ്യലെന്താ, നമ്മൾ മിമ്പറിൽ വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് അത് വിട്ടുപോയാൽ നമ്മൾ മിമ്പറിന്റെ താഴെ നിന്ന് കണ്ട് മറന്നുപോയാൽ മിമ്പറിന്റെ താഴെ നിന്നുണ്ട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പതിവാണ് നമ്മൾ. ഈ കാരണം ഇതാണ്, ഇങ്ങനൊരു ചര്യ നടപ്പാക്കിയിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള. ഇതാണ് ഈ വിഷയകമായി മനസ്സിലാക്കേണ്ട കാര്യം. 2, ഒരാള് ഇപ്പൊ ഇങ്ങനെ മയ്യത്ത് കൊണ്ടെന്ന് വെച്ചു,
കുളിപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്യാൻ വയ്യാതെ വെള്ളം പറന്നാതാണ്ട് അലിഞ്ഞു, തൊടാൻ വയ്യ, തിരിച്ചും മറിച്ചു പോയിട്ട് വെള്ളം ഒഴിക്കാൻ പറ്റൂല. നമ്മൾ മനസ്സിലാക്കണം, അതിന് പകരമാണ് തയമ്മം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ, പല ആളുകളും, ഒരാളല്ല പല ആളുകളും ഫോണിൽ വിളിച്ചു വെച്ച് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യാ, ഒരാളൊന്നുമല്ല ഒരുപാട് ആൾക്കാർ, നമ്മൾ എന്താ ചെയ്യാ, കുളിപ്പിക്കാൻ പറ്റാത്ത ബോഡിയാണെങ്കിൽ എന്താ ചെയ്യാ, സാധ്യത ഇഷ്ടം പോലെ ഇക്കാലത്ത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു തയമ്മം ചെയ്യുക എന്നുള്ളത് അതിനുള്ളതാണ്. ജനാപത്തുകാരൻ കുളിക്കാൻ പറ്റാത്തവൻ തയമ്മം ചെയ്യണം, ഉളുക്കാൻ പറ്റാത്തവൻ തയമ്മം ചെയ്യണം. കുളിക്കും ഉളുവിനും ഒരൊറ്റ തയമ്മമാണുള്ളത്. ആ തയമ്മമിന്റെ രൂപമാണ് നമ്മൾ അയാളുടെ രണ്ട് കൈകളും അയാൾ കിടക്കുന്ന ആ പൊസിഷനിൽ തന്നെ, അവിടെ പലകമ്മലാണെങ്കിൽ പലകമ്മ, പടിമ്മലാണെങ്കിൽ പടിമ്മല്, എവിടെയാണോ വെക്കാൻ പറ്റുക അവിടെ വെച്ചിട്ട് അയാളുടെ മുഖം അയാളുടെ കൈകൾ കൊണ്ടോ നമ്മുടെ കൈകൾ കൊണ്ടോ തടവുക എന്നുള്ളതാണ്. നമ്മുടെ കൈയാണ് അടിക്കണമെങ്കിൽ നമ്മൾ മുഖം തടവി കൊടുക്കുക. അയാളുടെ കൈ അടിക്കാൻ പറ്റുമെങ്കിൽ അയാളുടെ കൈകൾ ചെയ്താൽ മതി എന്നാണ് ഏറ്റവും നല്ലത്. നമ്മൾ നമ്മുടെ കൈകൾ കൊണ്ട് നിലത്തടിച്ച്, നിലത്ത് എന്നാൽ ശുദ്ധമായ എവിടെയെങ്കിലും അടിച്ച് മുഖവും രണ്ട് കൈപ്പടങ്ങൾ, മുഖം ഇങ്ങനെ തടവി കൊടുക്കുക, രണ്ട് കൈപ്പടങ്ങളും ഇങ്ങനെ തടവുക, ഇത്ര മതി. കുളിപ്പിക്കണ പരിപാടി കഴിഞ്ഞു, ഇതേ ചെയ്യണ്ടുള്ളൂ. ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. കുളിപ്പിക്കാൻ കഴിയാത്ത മയ്യത്ത് തയമ്മം ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി ഇത് നമുക്ക് അവസാനം കാണിക്കാം, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് അവസാനം കാണിക്കേണ്ടതേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ പറയും. എങ്ങനെ? അതെ, ഖബറിങ്ങ ചെന്നിട്ട് നമ്മൾ സലാം പറയൽ സുന്നത്താണ്. അത് അവർ കേൾക്കുകയാണോ അവർ മടക്കുകയാണോ എന്താണ് അതിന്റെ വശം എന്നുള്ളതാണ്. ഒന്ന്, നമ്മൾ ചെന്നിട്ട് ഈ ഖബറാളിയുടെ നേരെ തിരിഞ്ഞു നിന്ന് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ, അള്ളാഹുവിന്റെ അടിയാന്മാരായ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് അള്ളാഹിന്റെ രക്ഷ ഉണ്ടാവട്ടെ, ഇൻഷാ അല്ലാഹ് ഇന്നാ ഇലൈക്കും ലാഹിഖുൻ, അള്ളാഹ് ഉദ്ദേശിക്കുന്ന സമയത്തും സന്ദർഭത്തിലും ഞങ്ങളും നിങ്ങളുടെ കൂടെ ചേരും, മരിച്ചു വരും. ഇത് നിങ്ങൾക്ക് അള്ളാഹിന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന് ഖബറാളിക്ക് വേണ്ടി നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അതിന് നിങ്ങൾക്ക് വേണ്ടി മരിച്ചു കിടക്കുന്ന ഒരാളോട് മാത്രമല്ല, ഒരുപാട് സംഗതികളിൽ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. മരിച്ച ആളോട് മാത്രമൊന്നല്ല. നമ്മൾ മാസം കാണുമ്പോ, മാസപ്പിറവി കാണുമ്പോഴുള്ള പ്രാർത്ഥന ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുക അല്ലാന. അവസാനത്തെ വാക്കതാണ്. ചന്ദ്രന്റെ നേരെ തിരിഞ്ഞു നിന്ന് റബ്ബി എന്റെ റബ്ബും വ റബ്ബുക നിന്റെ റബ്ബും അല്ലാഹുവാണ്. ഇത് ചന്ദ്രൻ കേട്ടിട്ടല്ല. ഈ എല്ലാ ഭാഷയിലുമുള്ള ആ രീതിക്ക് നമ്മൾ ഇങ്ങനെ പറയുന്നു. അങ്ങനെ പറയാം. ഇപ്പൊ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യോ, നബിയെ അള്ളാന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് അത്തഹിയ്യാത്തിൽ ചൊല്ലുന്നില്ലേ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടിട്ടും മറുപടി പറഞ്ഞിട്ടുമല്ല, അദ്ദേഹത്തിന് വേണ്ടി, റസൂലുള്ളാഹിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇതുപോലെയാണ് ഖബറിലുള്ളത്. അല്ലാതെ അവർ കടക്കുന്ന ആള് വ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് എന്നെങ്ങാനും പറഞ്ഞു. നമ്മളിപ്പോ ഒരു ഖബറിങ്ങ ചെന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അതിന്റെ ഉള്ളിലുള്ള ആള് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞു നിൽക്കും. അത് സലാം അടക്കിയതെന്നാണ് പോരും നമ്മള്. കൈക്കോട്ട് എടുത്തിട്ട് മാന്തൂലേ? ഈ സലാം പ്രതീക്ഷിക്കുന്നത് അവിടെ കട്ടെ, ഓല് കിടക്കുന്നതൊക്കെ ഹദീസിൽ കൊട്ടക്കണക്കിന് വന്നാണ്. നരകത്തുക്കുള്ള ആളുകളാണെങ്കിൽ അത് മാറി മാറി അതിന്റെ ചെറിയ ഒരവസ്ഥ അവർ അനുഭവിക്കണം. സ്വർഗത്തുക്കുള്ള ആളുകളാണെങ്കിൽ അതിന്റെ ചെറിയ അവസ്ഥ അവർ അനുഭവിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കല്ലാതെ ഒരിടപാടുമില്ല. ആ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചാൽ, മയ്യത്തസ്കാരത്തിന്റെ പ്രശ്നം അതാണ്. നമുക്ക് കൂലി കിട്ടുന്ന മയ്യത്തസ്കാരത്തിനെ പറ്റി നബി പറഞ്ഞത് ഖീറാത്തൈനി, ഉഹുദ് മലയോളം. ഈ മരിച്ചോനോ അള്ളാഹ് ഉദ്ദേശിച്ചാൽ പുറത്തെടുക്കും. നമ്മുടെ സന്മനസ്സാണ് നമ്മുടെ നിസ്കാരം. ഓനോട് അത് സ്വീകാര്യമാണോ എന്നുള്ളത് അള്ളാഹ് നിശ്ചയിക്കണ്ടേ?
അപ്പൊ നമ്മൾ സലാം പറഞ്ഞ അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ, അത്ര തന്നെ. അതാരോടും എന്താണ് ഖബറിൽ കിടക്കുന്ന മരിച്ചു കിടക്കുന്ന ആളുകളോട് നബിമാര് വർത്താനം പറഞ്ഞ് കഴിഞ്ഞതിന്റെ മേലത്തെ മീറ്റിംഗിൽ നമ്മൾ പറഞ്ഞേനെ. മരിച്ചു കിടക്കുന്ന ആളുകളോട് നബിമാര് വർത്താനം പറഞ്ഞേ, ഹൽ വജത്തും ആ വഅദ റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് വാഗ്ദാനം ചെയ്ത് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയില്ലേ മരിച്ചവരോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചില്ലേ, ബദറിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന മുശ്രിക്കീങ്ങളോട് നബി പറഞ്ഞതാണിത്. നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തത് കിട്ടിയില്ലേ, പരാജയപ്പെട്ടു, നിങ്ങൾ കൊല്ലപ്പെട്ടില്ലേ നിങ്ങൾ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, റസൂലുള്ളാഹ് മരിച്ചവരോടാണോ നിങ്ങൾ സംസാരിക്കുന്നത്? അപ്പൊ നബി പറഞ്ഞ എന്താ അറിയോ, ഇന്നഹുൽ ആന യുസ്മഉ, ഈ സമയത്ത് ഞാൻ പറയുന്നത് അവര് കേൾപ്പിക്കപ്പെടുന്നുണ്ട്, കേൾക്കുന്നുണ്ട് അവര്. അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത് അവരെ തൗബീഹ് ചെയ്യാൻ വഷളാക്കാൻ അല്ലപ്പ ഞാൻ പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ട്. ആയിഷ ബീവി അതും തിരുത്തി, കേൾക്കുന്നു എന്നല്ല റസൂലുള്ള പറഞ്ഞത്, ഞാൻ ഈ പറയുന്നത് അവര് അറിയുന്നുണ്ട് എന്നാണ് റസൂലുള്ള, കേൾക്കൂല. എന്നിട്ട് ആയിഷ ബീവി ആയത്തോതി എന്താ അറിയോ, ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചവരെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. ആയിഷ റളിയല്ലാഹു ആയത്തോതി പറഞ്ഞു, കേട്ടതല്ല അവരെ അള്ളാഹു അറിയിക്കുന്നു എന്നാണ് റസൂലുള്ള പറഞ്ഞത്. അപ്പോ മരിച്ചവരോട് ഇങ്ങനെ സംസാരിക്കും, അവര് കേട്ടിട്ടല്ല, അവരങ്ങനെ. എത്ര കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, എത്ര കാര്യം. നല്ല രൂപത്തില് മരണപ്പെട്ടു പോയ ആളോട് നമ്മൾ പറയില്ല, നല്ല രൂപത്തില്, എടാ എങ്ങനെയാണോ ഒരാൾ മരിക്കാൻ ആഗ്രഹിക്കുന്നത് അതേമാതിരി ഇതൊക്കെ മരിച്ചല്ലോ, ഇനിയിപ്പോ ഞങ്ങളൊക്കെ അവസ്ഥ എന്താണ്, ഇതോ കേട്ടിട്ടല്ല. അയാളോട് പറയേണ്ട ആശയം ഈ മയ്യത്തിനോട് നമ്മൾ പറയാ, കേൾക്കലില്ല. തിരിച്ചും പറയില്ലേ. ഒരുപാട് പറഞ്ഞതിന് വിപരീതമായി ജീവിക്കുന്ന ഒരാൾ മരണപ്പെട്ട് പറഞ്ഞതുപോലെ മരണപ്പെട്ടപ്പോ എത്ര തവണ എന്നോട് ഞാൻ പറഞ്ഞതാ, ഇപ്പൊ എന്തായി, ഈ മരിച്ചവനോടായി പറയണത്. അത് തിരിച്ചു മറുപടി പറഞ്ഞിട്ടല്ല. ഇതുപോലെ ഖബറിൽ കിടക്കുന്ന ആളുകളോട് അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്നുള്ളത് അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. അവര് വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ ഓം ജീവൻ പോയിട്ടില്ല എന്നുണ്ട് മാന്തു ആൾക്കാര്, ഓ സലാം മടക്കുന്നുണ്ട്, ഓൻ ജീവൻ പറഞ്ഞുണ്ട്. അത് മടക്കൂല, ആരും ചെയ്യൂല, അത് വെറുതെ പറഞ്ഞുണ്ടാക്കണ കളവാ. ഇന്നോളെ വയല്, അതായത് ഒരാള് മരമാടപ്പെട്ട് കഴിഞ്ഞ് ആളുകൾ തിരിച്ചു പോകുമ്പോൾ ചെരുപ്പിന്റെ വാറടിന്റെ ശബ്ദം അകലുന്ന ആ ദൂരം ഉണ്ടല്ലോ, അപ്പോഴേക്ക് ഇയാൾ ചോദ്യം ചെയ്യപ്പെടും. അതിനൊരു അതിർത്തി പറഞ്ഞതാ നബി. അതിനെന്താ ആ ചെരുപ്പിന്റെ വാറടി പോലെ കേൾക്കില്ലേ, അതാ അവമെന്ന് കിട്ടിയ വിഷയം. ആ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം കേൾക്കുന്ന ദൂരാണ്, അപ്പോഴേക്ക് ചോദ്യം തുടങ്ങുന്നതാണ്. അതിന് പകരം ആ ചെരുപ്പിന്റെ വാർ ഒരു കേൾക്കുന്നുണ്ടല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ ഇതിലൊന്നുമല്ല കഥ കിടക്കുന്നത്. ഈ കൊണ്ടുപോയി ഇയാളെ ഈ മയ്യത്ത് എങ്ങനെ കൊണ്ടുപോയി കിടത്തി, എത്ര ആളുകൾ അതിൽ കൂടി, ഇതിലുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഒരാൾ മരണപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ശിർക്ക് ചെയ്യാത്ത 40 ആളുകൾ അയാൾക്ക് വേണ്ടി മയ്യത്ത് സ്കരിച്ചാലേ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഇതൊരു വലിയ കാര്യമാണ്, വലിയൊരു സൗഭാഗ്യമാണ്. 40 ശിർക്ക് ചെയ്യാത്ത, ഞാനൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കലുണ്ട്, ഏതെങ്കിലും സമ്മേളനത്തിൽ വെച്ച് മരിച്ചാൽ മതി, അവിടെ തന്നെ മയ്യത്ത് നിസ്കരിച്ചാൽ മതി. നമ്മളെ ഖുറാഫികളതല്ലേ എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്യാത്ത ആളുകളാണ്. എന്ത് പറഞ്ഞാലും തെറ്റുകുറ്റങ്ങളൊക്കെ പലതും വരുമെങ്കിൽ ശിർക്ക് ചെയ്യൂല മുജാഹിദീങ്ങൾ. അരിഞ്ഞിട്ടാലും ശിർക്ക് ചെയ്യൂല. കാരണം അത്രമാത്രം ആ വിഷയത്തിൽ അവർ പഠിപ്പിക്കപ്പെടുന്നുണ്ട് അതിന്റെ ഗൗരവം. ശിർക്ക് ചെയ്യാത്ത 40 ആളുകള് ഒരാൾക്ക് വേണ്ടി മയ്യത്ത് സ്കരിച്ചാൽ അയാളുടെ വൻ പാപങ്ങളല്ലാത്ത എല്ലാ പാപങ്ങളും അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരു അവസരം കിട്ടുക എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. ഇതൊക്കെയാണ് ആഗ്രഹിക്കേണ്ടത്. അല്ല മക്കളും മരുക്കളും കുടുംബക്കാരൊക്കെ വന്നു മരിച്ചു പോയി, അതിലൊന്നും ഒരു കയമ്പുമില്ല, ആരെയും വന്നില്ല. എത്താതുകൊണ്ട് കാര്യം ഒക്കെ പാടെ യാത്ര ആക്കിയിട്ട് പാട്ടും പാടി വിട്ടിട്ടോ അല്ല, ചേട്ടന്മാരുണ്ടല്ലോ നിങ്ങള് പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ ജാഥയാക്കിയിട്ട് അങ്ങാടിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ട് ഈ കസാലയിൽ ഇരുത്തിയൊക്കെ കൊണ്ട് കണ്ണടക്കി വെച്ചിട്ട് ഇരുത്തിയൊക്കെ ഇങ്ങനെ ഉഷാറാക്കിക്കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കുളിപ്പിക്കാൻ കിട്ടിയിട്ടില്ല ചിലരെ മയ്യത്ത് സഹാബത്തിന്റെ, മനസ്സിലായില്ലേ? മയ്യത്ത് കുളിപ്പിക്കേണ്ടതില്ലാത്തൊരവസ്ഥയുമില്ല.
ആളുകൾ ആരൊക്കെയാന്നുള്ളത്. രക്തസാക്ഷികളെ കുളിപ്പിക്കേണ്ടയില്ല, രക്തസാക്ഷികളെ കുളിപ്പിക്കേണ്ടയില്ല. അവരെ അങ്ങനെ തന്നെ മറമാടപ്പെടുകയാണ് വേണ്ടത്. കാരണം അവരുടെ മുറിവുകളിൽ നിന്ന് കസ്തൂരിയുടെ ഗന്ധം ഉണ്ടാകുന്നതാണ് മഹ്ശറയിൽ വരുമ്പോ. അല്ല, അങ്ങനെ തന്നെ. പിന്നുള്ളത് ഹാജിമാര്. പക്ഷെ ഹാജിമാര് എന്ത് ചെയ്യണം? കുളിപ്പിക്കണം. പക്ഷെ അവരുടെ 2 തുണി ഉണ്ടല്ലോ, ഉംറയും ഹജ്ജും, ആ 2 തുണിയിൽ തന്നെ അവരെ കഫൻ ചെയ്യണം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? തല മറക്കാൻ പാടില്ല, മുഖവും മറക്കാൻ പാടില്ല. പെണ്ണുങ്ങളാണെങ്കിൽ മുഖവും മറക്കാൻ പാടില്ല. അതാണ് ഇവിടെ പലയിടത്തും. അതെന്താ കാരണം എന്നറിയോ? പ്രധാനപ്പെട്ട ആള് മരണപ്പെട്ടാൽ ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. വളരെ ഇപ്പൊ ഉസൈമീനും ഷെയ്ഖ് ബിൻ ബാസും ഒക്കെ മരണപ്പെട്ടപ്പം എല്ലാ സ്ഥലത്തേക്കും വീരം കൊടുത്തു, പല പള്ളികളിലും ഇവർ നിസ്കരിച്ചു. അതിന് കാരണം അതാണ്. നജാഷിയെ പോലെ ഒരാൾ, പ്രധാനപ്പെട്ട ഒരാൾ. അപ്പൊ തിരിച്ചു വയ്ക്കും, സാധുക്കൊന്നത് വേണ്ടേ? സാധു എന്നുള്ളതല്ല ഇതിലെ വിഷയം. എല്ലാവരും സ്നേഹിക്കുന്ന, എല്ലാവരാലും അറിയപ്പെടുന്ന ഒരു മഹാനായ മനുഷ്യൻ, അതാണ് ഈ പൊസിഷൻ. അത് ഒരു മകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആള് അയാളുടെ ബാപ്പ്. ഇത് നിസ്കരിച്ചോളി എന്നുള്ളതിന് തെളിവല്ല ഞാൻ പറഞ്ഞത്. പണ്ഡിതന്മാർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ നിസ്കരിച്ചത്. ഇവരൊക്കെ ഇതിനെതിരിൽ പുസ്തകം എഴുതി പോയി ഫത്വ കൊടുത്തു പോയ പണ്ഡിതന്മാരാ. ഇങ്ങനെ മറഞ്ഞ മയത്തിൽ നിസ്കരിക്കരുതെന്ന്. ഇവിടെ സൗദികളെ നമ്മൾ എവിടെയും പള്ളിക്കൽ നിസ്കരിക്കാനുണ്ടോ ഓല് പറയല്ലോ, എന്താ നിസ്കാരം, എന്തിനാ നിസ്കരിക്കണം, നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയും. തയമ്മുവിന്റെ അല്ലല്ല, തയമ്മുവിന്റെ പറയും. ഞാനിത് കാണിക്കാൻ പോവാണ്, നിങ്ങൾ നോക്കി. തയമ്മും എന്ന് 2 കൈകളും ഇങ്ങനെ ശുദ്ധമായ സ്ഥലത്ത്, സ്വഈദൻ ത്വയ്യിബ, ശുദ്ധമായ പ്രതലത്തിൽ ഇങ്ങനെ അടിക്കുക. മരത്തുമ്മലാണെങ്കിലും മലമ്മലാണെങ്കിലും പാറമ്മലാണെങ്കിലും മണ്ണിലാണെങ്കിലും വൃത്തിയുള്ള സ്ഥലത്ത്, നജസില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ അടിച്ചിട്ട് കാർപ്പറ്റിൽ അടിച്ചാൽ മതി. ബസ്സിലാവും, ബസ്സിന്റെ സീറ്റിന്റെ പിന്നില് അല്ലെങ്കിൽ മുന്നില് നജസ് ഉണ്ടാകരുത്, വൃത്തിയുള്ള സ്ഥലമാകണം. ഇനി വേറെ എവിടെയില്ല, നമ്മുടെ മുമ്പിലുള്ള ഒരാളെ പൊറാ കിട്ടണിരിക്കുക, അയാളുടെ പുറത്ത്, തമാശറിയല്ലോ കേട്ടോ, അയാളുടെ മുതുകില്, അയാളുടെ പുറത്ത്, അത് കിട്ടിയ ചാൻസില് നന്നായി അടിക്കൊന്നും വേണ്ട, അവിടെ കൈ വെച്ച് അമർത്തി പോന്നാ മതി. ഒരു ചാൻസ് കിട്ടിയ ഉപകാരം ഇതാക്കണം ഇങ്ങനെ. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ 2 കൈകൾ കൊണ്ടും മുഖമാണ് തടവേണ്ടത്. ആദ്യം ഞാൻ പറഞ്ഞുതരാം. മുഖമാണ് തടവേണ്ടത്. ഇങ്ങനെയാണ് തടവേണ്ടത്. മുഖം ഇങ്ങനെ ഒറ്റ തവണ ഇങ്ങനെ മുഖം തടവുക. അതേ കൈകൾ കൊണ്ട് വലത്തത് കൊണ്ട് ഇടതും, ഇടത് കൊണ്ട് വലതും തടവുക. ഇത്രേ ഉള്ളൂ. അതിലാണ് പറഞ്ഞത്. ഒമരൊക്കെ ചോദിച്ച് മുട്ട ഉൾപ്പെടെ എന്നുള്ളത് ഷാഫി മദ്ഹബിലെ നിയമ, നിബിന്റെ സുന്നത്തിലുള്ളതല്ല. അതെങ്ങനെയാണെന്നറിയോ പഠിപ്പിക്കുന്നത്? ഇങ്ങനെ അടിച്ചു, ഒരടി മുഖത്തിന്, എന്നിട്ട് 2ാമത് കൈ നിലത്തടിച്ചിട്ട്, മണ്ണിനെ പറ്റി ഞാൻ പറയും, സിപി പറഞ്ഞ, നിലത്തടിച്ചിട്ട് ഇങ്ങനെ, വലത്തതാണല്ലോ ആദ്യം, അപ്പൊ ഇങ്ങനെ തടവിക്കൊണ്ടുവന്ന്, ഇങ്ങനെ കൊണ്ടുവന്ന്, ഇവിടെ വേറൊന്നില്ല കേട്ടോ, ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ അവസാനിപ്പിക്കുക, വേറിടാതെ. ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഇത് റസൂലുള്ളാഹിന്റെ സുന്നത്തല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപമാണ്. മുഖവും 2 കൈപ്പടങ്ങളും മാത്രം, മുട്ടുവരെ എന്ന് ഇല്ല. പിന്നെ അത് ശുദ്ധമായ മണ്ണിലാണ്. ഖുർആൻ പറഞ്ഞ വാക്ക് സ്വഈദൻ ത്വയ്യിബന്ന, ശുദ്ധമായ ഭൂമിയുടെ മേലെയുള്ള ഏത് സാധനത്തിനും സ്വഈദ് എന്ന് പറയും. മാത്രല്ല റസൂലുള്ളാഹ് മണ്ണിൽ അല്ലാത്ത സ്ഥലത്ത് തന്നെ തയമ്മും ചെയ്തിട്ടുണ്ട്. പ്രവാചകന്റെ സഹാബിമാരാരും പോകുന്ന ഏതെങ്കിലും നാട്ടിലേക്ക് യാത്ര ചെയ്തു പോകുമ്പോ രോഗമുള്ളവരും വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിലും മണ്ണ് കൊണ്ടുപോകുന്ന പതിവോ പരിപാടിയോ ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് അടുപ്പിന്റെ ഉള്ളിലുള്ള മണ്ണുണ്ട്, അടുപ്പ് മാന്തിയാൽ കിട്ടുന്നൊരു ചുവന്ന മണ്ണുണ്ട്, കത്തി വെന്ത് കഴിഞ്ഞ മണ്ണുണ്ട്. ഈ മണ്ണെടുത്ത് അമ്മിയിൽ വെച്ച് അരച്ച് അത് പൊടിയാക്കും. ഇങ്ങനെ ഊതിയാൽ പാറുന്ന പൊടിയാക്കിയിട്ട് അത് കിഴിയിലാക്കിയിട്ട് അത് കൊണ്ടുപോകും. എന്നിട്ട് അത് ഇങ്ങനെ പേപ്പറിൽ വിതറിയിട്ട് അതിൽ കൈയടിച്ചിട്ട് തയമ്മം ചെയ്തിട്ട് നിസ്കരിക്കും, പണ്ട് വല്യമാരും വല്യപ്പാരും. എന്നിട്ട് ആ നിസ്കാരങ്ങളൊക്കെ രോഗം മാറി പെരിയിലെത്തിക്കഴിഞ്ഞാൽ തലക്കന്ന് അതൊക്കെ വീട്ടും ചെയ്യും. ഇസ്ലാമിക വിരുദ്ധമായ പരിപാടി. അങ്ങനെ പരിപാടി ഇല്ല. തയമ്മം എവിടെയും ചെയ്യാം, വൃത്തിയുള്ള സ്ഥലമാകണം.
ആദ്യം പ്രയോറിറ്റി, അതായത് ആദ്യം മുഖമാണോ കൈയാണോ തടവേണ്ടത് എന്നാണ് ഖുർആൻ പറഞ്ഞു വന്നതിന്റെ ക്രമം അനുസരിച്ച്. മുഖമാണ് ആദ്യം, പിന്നെയാണ് കൈ. എന്നാൽ കൈ ആദ്യം തടവാം, മുഖവും രണ്ടാമത് തടവാം. അതില് പ്രശ്നമില്ല, ഹറജാന, കുഴപ്പമില്ല എന്നാണ്. പക്ഷെ ഖുർആന്റെ മുൻഗണനാക്രമം അനുസരിച്ച് മുഖമാണ് ഒളുവിന്റെ ആദ്യ അവയവായിട്ട് വരുന്നത്. അതുകൊണ്ട് മുഖമാണ് അഫ്ളല്. എന്നാൽ കയ്യും ആദ്യം തടവാം, പിന്നെ മുഖം തടവാം. അത് മയ്യത്തിനും അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കേണ്ടത്. പിന്നെ അത് പറയാം. മയ്യത്ത് നിസ്കാരം നമുക്ക് പറയാം, പിന്നെ അടുത്ത ആഴ്ച പറയാന്ന് വിചാരിച്ചിട്ടാണ്. ഒരു വിഷയമായിട്ട് വരുന്നുണ്ട് നമ്മള്. അപ്പൊ ഈ 1ഉം 2ഉം സലാമിനെ പറ്റി പറയാന്ന് വിചാരിച്ചിട്ടാണ് ഞാനത്. ഒരു ഇത് പറയാ, ഏത് നിസ്കാരം, ഫർള് നിസ്കാരത്തിന് വരെ ഒരു സലാമേ ഉള്ളൂ നിർബന്ധം. നമ്മളിപ്പോ ളുഹ്ർ അസർ നിസ്കരിക്കുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് വീട്ടിൽ കഴിഞ്ഞാൽ നിസ്കാരത്തിൽ നമ്മൾ പിരിഞ്ഞു. രണ്ടാമത്തെ സലാം വീട്ടിലെ സുന്നത്താ. അത് തന്നെയാണ് മയ്യത്ത് നിസ്കാരത്തിനും. മയ്യത്ത് നിസ്കാരത്തിന് ഒരു സലാമിയുള്ള ഒരു നിയമമല്ല. ഈ നിസ്കാരത്തിന്റെ നിയമം പറഞ്ഞ പോലെ തന്നെ നബി മയ്യത്ത് നിസ്കാരം പറഞ്ഞത്. പക്ഷെ ഇവിടെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഇവര് ഹംബലി മദ്ഹബിനോട് ചെറിയ ഒരു ചായ്വ് ചില കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതിന് ഈ രണ്ടാമത്തെ സലാം വീട്ടാത്തിന് ഇമാം അഹ്മദ് ഹംബലിന്റെ അഭിപ്രായം അങ്ങനെയാണെന്നുള്ളതിന് സാധുത കാണുന്നുണ്ട്. അത്രയേ ഉള്ളൂ. പക്ഷെ നബി പ്രത്യേകം 2 സലാം വീട്ടി ഹദീസിൽ വന്നിട്ടുണ്ട്, വലതും ഇടതും സലാം വീട്ടി എന്നുള്ളത്. അപ്പൊ നമ്മൾ മയ്യത്ത് നിസ്കാരത്തിന്റെ വിശദാംശങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാതിരിച്ചിട്ടാണ്. മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഇനിയിപ്പോ അത്തരം കാര്യങ്ങളാ പറയാനുള്ളത്. അപ്പം നമ്മള് പിന്നെ അടുത്ത ആഴ്ച അതിന്റെ കാര്യങ്ങളാണ് പറയാണ്. മയ്യത്ത് കൊണ്ടുപോകുമ്പോഴേ നമ്മൾ ഇനി ഇത് കുളിപ്പിച്ച് ഇതിന്റെ കഫൻ ചെയ്യുന്ന ഒന്നുകൂടി കാണിക്കുകയാണ്. മയ്യത്ത് കൊണ്ടുപോകുമ്പം ദിക്ർ ചെല്ലുന്നത് ഷാഫി മദ്ഹബിൽ തന്നെ ഇസ്ലാമിക വിരുദ്ധമാണ്. ഷാഫി മദ്ഹബിൽ തന്നെ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ കിതാബിലും. അതായത് അഥവാ വല്ലതും ചൊല്ലി പറയണമെന്നുണ്ടെങ്കിൽ ദാക്കിറൻ ബിലിസാനിഹി സിറന്ന, പതുക്കെ രഹസ്യമായി. നമ്മളിങ്ങനെ ദിക്റില്ലല്ലോ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നുള്ളത്, അതേമാതിരി പറയണമെന്നുണ്ടെങ്കിൽ തന്നെ ദാക്കിറൻ ബിലിസാനിഹി സിറൻ, നാവ് കൊണ്ട് പതുക്കെ പതുക്കെ പറയാനേ പാടുള്ളൂ. ഉച്ചത്തിൽ ഒരു ദിക്റും പ്രാർത്ഥനയും പാടില്ല. ശബ്ദം ഒപ്പം കൊണ്ടുപോകാൻ പാടില്ല. മയ്യത്തിന്റെ തീ ഒപ്പം കൊണ്ടുപോകാൻ പാടില്ല. സംസാരവും ഒപ്പം കൊണ്ടുപോകാൻ പറ്റൂല. ഇത് നബി നിരോധിച്ചതാ. ദിക്ർ ചൊല്ലി റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരു മയ്യത്ത് പോലും ആരുടേതും കൊണ്ടുപോയതായി ദുനിയാവിൽ ഒരു ഹദീസിലും ഒരു ദുർബലമായ റിപ്പോർട്ടിൽ പോലും വന്നിട്ടില്ല. അതൊക്കെ ഇവിടെ ആളുകൾ ഉണ്ടാക്കിയതാണ്. ശരി, എന്നാല് ഇൻഷാ അല്ലാഹ് ഞാനിത് ഒന്നുകൂടി കാണിക്കാൻ പോവാണ്. നിങ്ങൾ അവിടെ ഇരുന്ന് കണ്ട് ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. കുളിപ്പിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ആ കുളിപ്പിക്കുന്ന കാര്യത്തില് ആളുകൾക്ക് വസ്വാസ് ഉണ്ടാകാതെക്കാനാണ് പിന്നെ CP അവസാനം ഒന്നും കൂടി പറഞ്ഞിരുന്നതില് ജനാബത്ത് വിളിക്കുന്ന മാതിരി അത് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞപ്പോഴേ പറഞ്ഞത്. അതില് വസ്വാസ് ഉണ്ടാകേണ്ടതില്ല. ഇതിൽ വസ്വാസ് വന്നത് എന്താന്ന് വെച്ചാല്, ഇതിപ്പം മയ്യത്ത് ഇതിപ്പം കഫൻ ചെയ്യുന്ന തുണിയില് വെച്ചേക്കണത് 3 കണ്ടം തുണിയില്. ഇതിലിപ്പം നമ്മളിപ്പോ ഈ പാട്ട വേണമെന്നൊന്നുമില്ല, ഒറ്റയാകാനാണ് നമ്മൾ ഈ പാത്രം ഉപയോഗിക്കുന്നത്. പൈപ്പിലാവുമ്പോ ഒറ്റയാവില്ല എന്നുള്ള ആൾക്ക്. അപ്പം തലഭാഗത്ത് നിന്ന് ഇപ്പൊ ഇതിന്റെ തല എവിടെയാണ്? തലല്ല, തല എവിടെയാണ്? ഇവിടെ നിന്ന് ഈ മയ്യത്തിന്റെ വലതുഭാഗം എന്ന് പറഞ്ഞ ഈ ഇതാണ്. തല ഇതാവുമ്പോ മയ്യത്തിന്റെ വലതുഭാഗം ഇതാണ്. അപ്പൊ ഇവിടെ നിന്നാണ് ഇപ്പൊ വെള്ളം ഒഴിക്കാണ്. CP വെള്ളം ഒഴിക്കുന്നുണ്ടല്ലേ, വലതുഭാഗത്ത് നിന്ന് ഇങ്ങനെ പാർന്നു പോവുകയാണ്. 1. പിന്നെ രണ്ടാമത്തെ ഇടതു ഭാഗത്ത് നിന്ന് ഇങ്ങനെ പോവുകയാണ്. പിന്നെ 3 നടുവിന്ന് ഇങ്ങനെ പോവുകയാണ്. ഇതാണ് ഇതിന്റെ രൂപം. ഇതിങ്ങളിങ്ങനെ വരച്ച് അങ്ങനെ അവിടുന്ന് ഒരു കടലാസ് നൂലുകൊണ്ട് പിടിച്ച എന്നിട്ട് ഇങ്ങനെ നൂല് പിടിപ്പിച്ച് ചെയ്യുന്ന സാധാരണ ശരീരത്തിൽ വെള്ളം പാരുന്നത് പോലെ പാരുകയാണ്. ഇങ്ങനെ 3 പ്രാവശ്യം പാർന്നിട്ട് പിന്നെ വെള്ളം പാരുക. എന്തിന്? ഒറ്റയാക്കണം. പിന്നെ ഒന്നുകൂടി പാരണം 5 ആകണം. എന്നിട്ടാണ് സോപ്പ് വയ്ക്കണം. അതിന്റെ മുമ്പ് നമ്മൾ തടവുന്ന വിഷയമൊക്കെ പറഞ്ഞു, അത് ആവർത്തിക്കണില്ല. അങ്ങനെ കഴിഞ്ഞാൽ തടവി കഴിഞ്ഞ് ഇങ്ങനെ വെള്ളം പാർന്നു കഴിഞ്ഞാൽ പിന്നെ സോപ്പ് ഇട്ട് കഴിഞ്ഞിട്ട്, സോപ്പ് ഇടുമ്പോൾ പിന്നിൽ വരക്കുന്ന വിഷയം പറഞ്ഞല്ലോ, അതിനിതാ ഈ മയ്യത്ത്
ഇവിടെ നിന്ന് ഇപ്പൊ രണ്ടാൾ ഇങ്ങനെ നിൽക്കും, ശരിക്കും ഇങ്ങനെ രണ്ടാളുണ്ടാവും, ഒരാൾ താങ്ങൂല, അപ്പൊ രണ്ടാളുണ്ടാവും. അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇപ്പൊ CP പിടിക്കുന്നിടത്ത് പിടിക്കും, ഇവിടെ ഈ തലന്റെ ഭാഗത്തും ഇങ്ങനെ പിടിക്കും. അപ്പൊ ഇങ്ങനെ ചേർന്ന് വെച്ചു, ഇത്ര സ്ഥലം കിട്ടും. പിന്നെ അങ്ങോട്ട് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്ക്. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോ ആ കാലുണ്ടല്ലോ, ആ കാല് ഒന്ന് മറ്റേതിനോട് കോർത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ മറിച്ച് വെക്കല്. കാരണം രണ്ടും രണ്ടായിട്ട് ഇങ്ങനെ നിൽക്കാൻ ആടികൊണ്ടിരിക്കും. അതിനൊന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഒരാൾ കാല് കയറ്റി വെച്ചാണ്ട് ഇരിക്കുന്നത് പോലെ നീളത്തിൽ പടിഞ്ഞിരിക്കുമ്പോ നീളത്തിൽ കാല് നീട്ടി വെക്കുമ്പോ ഒരു കാല് മറ്റേ കാലുമ കയറ്റി വെക്കുന്നത് പോലെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ചിരിച്ചാൽ ഇങ്ങനെ കിട്ടും. എന്നിട്ടാണ് ഇവിടെ അപ്പൊ എന്ത് ചെയ്യുന്നറിയോ, ഇയാളിങ്ങനെ പിടിക്കുകയാണ്, ഈ രണ്ടാളും അവിടെ ഉണ്ടാവും ഒന്ന് രണ്ടാൾക്കാർ, അവരെ പണിയാണ് എന്ത്, ഇവിടെ സോപ്പ് തേച്ച് നല്ലോണം ക്ലിയർ ആക്കല്. ഇനി വേറെ ആളില്ലെങ്കിൽ ഇന്റെ കയ്യിൽ ഇപ്പൊ മൈക്കായതുകൊണ്ടാ ഈ കൈ കൊണ്ട് സോപ്പൊക്കെ തേച്ച് വൃത്തിയാക്കി അയാളെ കുളിപ്പിക്കും. എന്നിട്ട് വെള്ളം പാരും, നല്ലോണം വെള്ളം പാർന്നിട്ട് ഈ കട്ടിലുമ്പിലുള്ള സോപ്പൊക്കെ എന്ത് ചെയ്യുന്നറിയോ, വെള്ളം പാർന്ന് ഒഴുക്കി കളയും. എന്നിട്ട് ഇത് പിന്നെ അതേമാതിരി തന്നെ വെക്കും. ഇതേമാതിരി അപ്പുറത്തേക്ക് മറിക്കണമെന്ന് നിയമമൊന്നുമില്ല. പുറം മുഴുവൻ കിട്ടിയെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ അങ്ങോട്ട് മറിക്കുമ്പോൾ ഇതേമാതിരി അവിടെ രണ്ടാൾ ഇതേമാതിരി ഉണ്ടാവും. ആ അങ്ങോട്ട് ഇവിടെ ഉള്ള ആള് ഇങ്ങനെ പുറം വരുന്നു സോപ്പ് തേച്ച്, ഇങ്ങോട്ട് വെള്ളം ഒഴുക്കിയിട്ട് കട്ടിലടക്കം സോപ്പ് കഴുകി കളയും. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒറ്റയാക്കണമെന്നേ ഉള്ളൂ. അവസാനത്തെ വെള്ളം കർപ്പൂരം കലക്കിയ വെള്ളം ഒഴിച്ചാൽ കുളി കഴിഞ്ഞു. പിന്നെ മുടി ചെയ്യി കൊടുക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ആദ്യം ചെയ്യേണ്ട പണി ഒലുടുക്കുന്നതിന് മുമ്പ് ശരീരം കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ്. വയറൊക്കെ തടവി മലോ മൂത്രോ ബീജമൊക്കെ ഉണ്ടെങ്കിൽ പുറത്തു പോകാൻ വേണ്ടി 1-2 തവണ എണീപ്പിച്ച് ഇങ്ങനെ കഴിയെങ്കിൽ ഒക്കെ നെക്കി നോക്കുക. ഒന്നുമില്ലെങ്കിൽ കണ്ട അപ്പൊ തന്നെ വെള്ളം പറന്ന് കളയണം. എല്ലാം വെള്ളം പറഞ്ഞ് അപ്പക്കപ്പ ഇങ്ങനെ മുഴുവൻ പരറ്റാന്ന് കാത്തിക്കരുത്, മണത്തിട്ട് നിൽക്കൂല. അപ്പൊ എന്ത് ചെയ്യും, ഒപ്പം തന്നെ വെള്ളം നല്ലോണം ഒഴിച്ച് കളയണം. ആദ്യം ചെയ്യേണ്ടത് വൃത്തിയാക്കലാണ് ഫസ്റ്റില്, എന്നിട്ടാണ് ഈ വെള്ളം പാരല്. ഈ 3 വട്ടം വെള്ളം പാരല് ഈ നെക്കിപ്പിഴിയലൊക്കെ കഴിഞ്ഞിട്ടാണ്. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിശദമായി പറഞ്ഞതാ. ഇനി കഫൻ ചെയ്യുന്നതാണ്. ഇപ്പൊ കഫൻ ചെയ്യുന്നത് ഇപ്പൊ ഈ തുണി 3 തുണിയായിട്ട് ഇവിടെ വിരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഇതിലേതാ, അല്ല ഇതേതാണ്, ഇതിപ്പോ ഇല്ല, അതിലിടുക്കി ഇത് ഇവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ ആദ്യത്തെ വസ്ത്രം ഇപ്പൊ ഇതിന്റെ മയ്യത്തിന്റെ തുണി അതുമ്പോ ഉള്ളത്, ഇത് മയ്യത്തിന്റെ മേലുള്ളത് മയ്യത്തിനെ കുളിപ്പിച്ചപ്പെടുത്ത് ഉപയോഗിച്ച തുണിയാണ്. അത് മനസ്സിലായിക്കോളെ. ഇതിങ്ങനെ ചുറ്റിയാണ്. ഈ ചുറ്റുമ്പോ ശരിക്കും ശ്രദ്ധിക്കാം. ഇത് ആദ്യം ഇവിടെ നടക്ക മയ്യത്തിന്റെ വലതുഭാഗം ഇതാണല്ലോ അല്ലേ, വലതുഭാഗം. എന്നാ കേട്ടോളെ, ഈ തുണി ആദ്യം ഇങ്ങോട്ട് ചുറ്റി ദാ ശരിക്കും ചുറ്റണം. ഇത് നല്ലോണം വലിയണം. ഇങ്ങനെ വലിഞ്ഞ് ഇങ്ങോട്ടൊക്കെ നല്ലോണം വലിച്ചു കയറ്റും ഇതിങ്ങനെ. എന്നിട്ട് ഈ തുണി ഈ ഭാഗത്തുള്ളത് അതേപോലെ ഇങ്ങോട്ട് വലിഞ്ഞ്, അപ്പൊ ഇവിടൊക്കെ ഇങ്ങനെ നല്ലോണം വലിച്ചു വരും, നല്ലോണം മുറുകി വരും. ഇതിങ്ങനെ അവിടെയൊക്കെ വലിക്കും ആളുകൾ നിന്നിട്ട്, നല്ലോണം വലിച്ചുകൊണ്ട് കിട്ടും. ഇങ്ങനെയായി. അപ്പം എവിടുന്ന് മടക്കണം ഇപ്പൊ തുടങ്ങണം എന്നൊക്കെ മനസ്സിലായില്ലേ. ഇത് മയ്യത്തിന്റെ വലതുഭാഗം. ഈ വലതുഭാഗം മുകളിൽ വരുന്ന രൂപത്തിൽ ഇടതുഭാഗത്തുനിന്ന് ആദ്യം മടക്കി തുടങ്ങുക. ഇതാണ് മുകളിൽ വരിക, വലതുഭാഗമാണ് മുകളിൽ വരിക. ഓക്കെ. എന്നിട്ട് ഇതേമാതിരി രണ്ടാമത്തും ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഇങ്ങനെ മടക്കുക, ഇങ്ങനെ നിർത്തി. അപ്പൊ ഇവിടെ ഇങ്ങനെ 1ഉം 2ഉം കെട്ടൂല, അങ്ങനെ വെക്കുള്ളൂ. അപ്പൊ നല്ല വലിച്ചിങ്ങനെ പിടിക്കും, ഈ തലക്കിലൂടെയൊക്കെ പിടിക്കും. എന്നിട്ട് അവസാനത്തത് അതേമാതിരി ആദ്യം തുടങ്ങിയ അവസാനത്തത് ഇവിടുന്ന് വലതുഭാഗത്തു നിന്ന് എടുത്തിട്ട് ഇത് രണ്ടാമത്തെ, ഇതിപ്പോ പൂർത്തിയായി, രണ്ടാമത്തെ പൂർത്തിയായി. ഇനി മൂന്നാമത്തെ ഇതിന് നേരെ ഒന്നിന് വിപരീതമായിട്ട് രണ്ടാമത്തെ തിരിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. ഇങ്ങനെ ഇത് കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും. രണ്ടാമത്തേതിനേക്കാൾ മൂന്നാമത്തെ തുണി കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവും. എന്നാണ് മൊത്തം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് ഇതേമാതിരി എടുത്തിട്ട് വലിച്ച് നല്ലോണം വലിഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ ശരിക്കും വലിഞ്ഞിട്ട് ദാ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിക്കും. ഈ പിടിച്ച സ്ഥലത്താണ് കെട്ടുക. നല്ലോണം പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടും. അതേപോലെ കാലിന്റെ അവിടെ ഇതേമാതിരി പിടിച്ചിട്ട് കെട്ടും.
പിന്നെ നടുക്ക് ഒരു കെട്ടും കെട്ടും. ഈ കെട്ടുകളൊക്കെ കബറിലിറക്കി കഴിച്ചേക്കും, കഴിച്ചേക്കും. എന്നിട്ട് മുഖം എന്ത് ചെയ്യുന്ന വെച്ചാല് ഇങ്ങനെ തുറന്നിട്ട് വെക്കും. കബറിൽ ഇങ്ങനെ തുറന്നു എല്ലാ തുണികളും ഒഴിവാക്കിയിട്ട് തുറന്നു വെക്കും. ഇതിലൊരു കാര്യം വിട്ടുപോയി, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? എല്ലാം നോക്കും. ഇതിലൊരു കാര്യം വിട്ടുപോയി, നിങ്ങൾ ശ്രദ്ധിച്ചോ? അതൊന്നുമല്ല, പ്രധാനപ്പെട്ട ഒരു സംഗതി ഇതിൽ വിട്ടുപോയിന്. ഇതൊക്കെ സുഗന്ധം പൂശലൊക്കെ തുണി അവിടുന്ന് പുകച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇതുമൊക്കെ തെളിച്ചിട്ടൊക്കെയാണ്. പ്രധാനപ്പെട്ട സംഗതി വിട്ടു എന്ന് പറയും. അല്ല, അതൊക്കെ കഴിഞ്ഞ് ഓലെടുത്ത് അതിന്റെ മുമ്പ് മലമൂത്ര ഓലെടുത്ത് കൊടുത്ത് അതിൽ ആദ്യത്തെ തുണി എടുത്തിട്ടില്ല. ആ തുണി അല്ല, അങ്ങനല്ല. ഇതിന് മയ്യത്തിന്റെ മുകളിലുള്ള തുണി അത് എടുക്കണോടുകൂടി മറ്റേ പതുക്കെ അവിടത്ത് കാണാതെ ഇങ്ങനെ വലിക്കണം. അപ്പൊ നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ല. അങ്ങനല്ല, സമ്മതിച്ചു കൊടുക്കല്ലേ? സമ്മതിച്ചു. അപ്പോ യാസീൻ ഓതിയിട്ടില്ല. അപ്പൊ ഈ മുഖം തുറന്നിടല് നിർബന്ധമാണോ? അങ്ങനെ ഇനി കേൾക്കാം. ഇവിടെ മയ്യത്ത് നമ്മൾ ചെയ്തപ്പോഴൊക്കെ ജസ്റ്റ് വയ്ക്കുള്ളൂ, തുറന്നിട്ടില്ല. എന്തറിയോ? ഖബറിലോ? അത് പറയാം. ഖബറില് ഈ 3 കെട്ട് അഴിക്കും. ഇത് ജസ്റ്റ് ഇത് അഴിച്ചിട്ട് മുഖം പുറത്ത് കാണിക്കുന്ന രൂപത്തിലാണ് ഖബറിൽ വെക്കുക. അത് നിർബന്ധമൊന്നുമല്ല. ഇവിടെ ചെയ്യല്ലേ? ഇവിടെ കഴിക്കും, ഒന്ന് അഴിച്ചിട്ട് ഇങ്ങനെ ഇതാക്കുന്നുള്ളൂ, കാണിക്കൂല, മുഖം കാണൂല. കാരണം മുഖം പുറത്തുള്ളവർക്ക് കാണിക്കാനല്ല, മുഖം കുറച്ച് കാണുന്ന രൂപത്തിൽ തുറന്നു വെക്കും നമ്മുടെ നാട്ടില്. അതിന് കുഴപ്പമില്ല. ചെരിച്ചു വെക്കും. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചെരിച്ചു വെക്കും. അവിടെ എവിടെ ഒന്നും മണ്ണും കല്ലൊന്നും വെക്കൂല. നാട്ടിൽ ഒരു മണ്ണും കല്ലും എവിടെ ഒന്നും വെക്കൂല. നിങ്ങളെ ഭാഗത്ത് പലതും വെക്കുന്നുണ്ടാവും. കണ്ടോ? ഇത് പല സ്ഥലത്തും പല മാതിരിയോ. ഇതൊന്നും ദീനുമായിട്ട് ബന്ധമുള്ളതല്ല. ബല് പറഞ്ഞതിനനുസരിച്ചല്ലേ അവിടെ ചേരാൻ നിക്കണേ. അതെ, ഒരു ശരീരം എവിടെയും ചേരൂല ചിലപ്പം. ഈ പറഞ്ഞതൊക്കെ ഏതിനുള്ളൂ? സുന്നികളും മയ്യത്ത് അറിയണം. മുജാഹിദിന്റെ ഒരു മയ്യത്തിന് നമ്മളതൊന്നും ചെയ്യില്ല. അതായത് ഇസ്ലാമിക നിയമപ്രകാരം ഇതൊന്നുമില്ല. ഇസ്ലാമിക നിയമപ്രകാരമുള്ളതാ നമ്മളിവിടെ പറയണത്. നമ്മൾ പറഞ്ഞല്ലോ, നെറ്റിമല് പലതും എഴുതി വെക്കും, മയ്യത്തിന്റെ തുണിയിൽ മൈലാഞ്ചി വിതറും, ഇങ്ങനെ പലതും ചെയ്യും. ഇതൊന്നും ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. ഈ 3 കണ്ടം തുണിന്റെ ഉള്ളില് പെണ്ണാകുമ്പോ അവിടുന്ന് ആരോന്ന് ചോദിച്ചല്ലോ, എന്തോന്ന് ചോദിച്ചല്ലോ? ഇതിന്റെ ഇടക്ക് ഒരു സംശയം. അതായത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഈ മുഖത്തെ കെട്ടഴിച്ചിടും. എന്താണെന്നറിയോ? ഇത് നമ്മുടെ നാട്ടില് ഇതിപ്പം പ്രധാനപ്പെട്ട ഒരു സുന്നത്തോ ഫർളോ ആയിട്ടല്ല, നിയമത്തിലുള്ളതല്ല. അഴിച്ച് ഇടുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. കെട്ടി ഇടുക എന്നുള്ളതിന് പകരം അഴിച്ചിടുക എന്നുള്ളൂ. മുഖം കുറച്ച് കാണിക്കും. ഇവിടെ എങ്ങനെ നിൽക്കറിയില്ല, ഇവിടെ കാണിക്കൂല അല്ലേ? മുഖം ചെരിച്ചു വെക്കണത് മൊത്തത്തിൽ ചെരിച്ചു വെക്കലാണ്. അതായത് ചെറിയൊരു ചെരിവ് നമ്മൾ കബറിലെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് മലർത്തി കിടത്തിട്ട് മുഖം തിരിക്കുന്ന സ്ഥലമുണ്ട്. അതേസമയം മൊത്തത്തിൽ നമ്മൾ കിടക്കൂലേ, പല ഭാഗത്തേക്ക് ചെരിഞ്ഞ് നടക്കുന്ന രൂപത്തില് ഒന്നിങ്ങനെ ചെരിച്ചു വെക്കുന്ന സ്ഥലമുണ്ട്. രണ്ടായാലും അത് ഇസ്ലാമികമാണ്. രണ്ടായാലും ഇസ്ലാമിക. അതിന് സാധിക്കും. അതിന് നേരെ വെച്ചാൽ കൊള്ളാത്ത കേസ് പറഞ്ഞാൽ വീതി കുത്തി ഉണ്ടാക്കണതേ. അതിന് ഇത്ര അളവും കോലുമാണെന്ന് ഖബറിന് നിയമമൊന്നുമില്ല. അയാളെ വലുപ്പത്തിനനുസരിച്ചാണ്. ചെറിയൊരു കുട്ടിക്ക് വലിയൊരു ഖബർ വെച്ചൂല. വലിയ ആക്ക് വലിയ ഖബർ തന്നെ കുത്തണം. അത് അളവെടുത്തിട്ട് പോകുമല്ലോ, എങ്ങനെ വന്നിട്ട് വടികൊണ്ട് അളവെടുത്തിട്ടാണ് ഖബർ വയ്ക്കണമെന്ന് വരിക. എന്നിട്ട് അതിന്റെ വീതിക്കനുസരിച്ചാ കുത്തുക. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ വലുപ്പമല്ലാതെ എന്ത് ചെയ്യും, ഖബർ മയ്യത്തോടെ വെച്ചിട്ട് വീണ്ടും തുരക്കും. അതിന് കാരണം ഇതിനനുസരിച്ച് തുരക്കണം എന്നാണ് മയ്യത്തിന്റെ വലുപ്പം. അതിന് ഖബറിന് അളവും വീതിയൊന്നും ഇസ്ലാമിലില്ല. അത് വന്യജീവികൾ മാന്താത്ത അത്ര ആഴത്തിലും ദുർഗന്ധം പുറത്തു വരാത്ത അത്ര ആഴത്തിലും മറമാടപ്പെടണം എന്നാണ്. അതാണ്. പിന്നെ ഇനി ഒന്ന് നമ്മൾ കഴിഞ്ഞിച്ച് പറഞ്ഞിരുന്നു, ഞാൻ ഒന്നുകൂടി പറയാം. ലഹദ് എന്നാ പറയല്. നമ്മുടെ നാട്ടില് നമ്മളെ പറയല്ലോ, ഇങ്ങനെ 2 ഭാഗത്തുനിന്നും കുഴിച്ചുകൊണ്ടിട്ട്
പിന്നെ ഒരു കുരുടീസോ ഇതൊക്കെ വെക്കാൻ പാകത്തിൽ എങ്ങനെ നിൽക്കാവുന്ന ഒരു തിണ്ട് മാതിരിയിട്ട് പിന്നെയാണ് അതിക്ക് കുഴിച്ചാണ്ട് കബറാക്കല്. ഇവിടെ ഒന്നായിട്ട് കുഴിച്ചു പോയിട്ട് ഇങ്ങനെ മാന്തലാണ്, അടിയിന്ന് മാന്തിയിട്ട് അതിക്ക് ഇങ്ങനെ ഉണ്ട് നീക്കി വെക്കലാണ്. അറിയില്ലട്ടോ, കാരണം പല സ്ഥലത്തും പല മാതിരി. മണ്ണിനനുസരിച്ചാണ്. അതാണ് നമ്മുടെ മക്കത്തെങ്ങനെയാണ് മണ്ണ് പൊളിഞ്ഞാടാത്താണെങ്കിൽ ഇങ്ങനെ മാന്തിയിട്ട് ആ മടന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് തള്ളി വെക്കലാണ്. അങ്ങനെയാണ്. എന്നിട്ട് ഒന്നിച്ച് മണ്ണ് വെല്ല. നേരിട്ട് മയ്യത്തിന്റെ മേലെ മണ്ണ് വീഴൂല, അതാണ് ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ കുഴി തുറന്നുകൊണ്ടാക്കണീന്റെ ഉള്ളിക്ക് അയച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഇങ്ങനെ കട്ടകൾ വെക്കും. മയ്യത്തിന്റെ മേലേക്ക് നേരെ മണ്ണ് വരാതെക്കാൻ കട്ടകൾ വെച്ചിട്ട് ഈ കുഴിക്കാണ് മണ്ണിടുക. മയ്യത്തിന് നേരെ മണ്ണ് വീഴൂല, കാരണം മയ്യത്ത് തുറന്ന അതിന്റെ ഉള്ളിലാണ് കിടക്ക. അതിനിങ്ങനെ ഒരു കട്ട ഇങ്ങനെ വെച്ച് നമ്മൾ ഈ മറ്റേ വലിയ കപ്പന്റെ മാതിരി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഏത് ഇഷ്ടികയാണോ വെക്കണമെന്ന് എനിക്കറിയില്ല. അപ്പൊ കുഴിയാണ്. മക്കത്തൊക്കെ ഇങ്ങനെ കുഴിയാണ്, നമ്മുടെ നാട്ടിലത്തെ അതേമാതിരി തന്നെ ഏകദേശം. അങ്ങനെ വരട്ടെ. അത് അല്ല, കബറിങ്ങൾക്ക് എത്തിയിട്ടില്ല. ഇത് കബറ് അടയ്ക്കുന്നത് വരെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ചെടിയായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറയാം. ചെടി കുത്തല്, വെള്ളം പാരലൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് അടുത്ത ആഴ്ച പറയാം. ഇതിൽ ഇസ്ലാമിക മര്യാദകൾ. ശരി, 10:30 മണിയായി. നമ്മളെ സമയം 9:45 വരെയാണ്, 9 മണി മുതൽ. ഇപ്പൊ 1/4 മണിക്കൂർ വൈകി. ഇത് ഈ മയ്യത്താവുമ്പോ നമ്മൾ വിചാരിച്ച സമയത്ത് എടുക്കാൻ കഴിയൂല, നിങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പൊ കുറച്ച് താമസം വന്നതാണ്. അല്ലാഹു തആല എവിടെ വെച്ച് ഏത് രൂപത്തിൽ മരണപ്പെട്ടാലും മുസ്ലിങ്ങളായി മരണപ്പെടുന്ന ആളുകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി മരണപ്പെട്ട് സ്വർഗത്തിൽ എത്തിച്ചേരുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഒരു കാര്യം ഉണർത്താണ്ട്, ഇവിടെ മയ്യത്ത് സംസ്കരണ മുറകൾ എന്ന് പറഞ്ഞിട്ട് ഒരു അറബി പണ്ഡിതന്റെ പുസ്തകം നാസർ മദനി വിവർത്തനം ചെയ്തതാണ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിലുള്ള 1-2 പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഈ ജാലിയാത്തിൽ ജോലി ചെയ്യുന്ന നമ്മുടെ പണ്ഡിതന്മാര് അവരുടെ ഏത് പുസ്തകം വിവർത്തനം ചെയ്യുമ്പോഴും അതിലുള്ളത് മുഴുവൻ കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാ. അത് നിർബന്ധ. അതില് ഇവരുടെ ഇവിടുത്തെ നിയമം അനുസരിച്ചുള്ളതൊക്കെ അതിൽ കൊടുക്കും, അതിലെഴുതും, അത് വിവർത്തനം ചെയ്യും. അടിക്കുറിപ്പ് പോലും തിരുത്തി കൊടുക്കാൻ പറ്റൂല, സമ്മതിക്കൂല. അതുകൊണ്ട് ഇതില് മയ്യത്ത് കഫൻ ചെയ്യുന്നിടത്ത് പഞ്ഞി വെക്കണ വിഷയം നല്ലോണം പറഞ്ഞിങ്ങനെ, ഒരുപാട് പഞ്ഞിവെക്കാൻ പറഞ്ഞു. അത് ദീനിലില്ലാത്തതാണ്. അത് നാസർ മദനി അങ്ങനെ തന്നെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിന് കാരണമാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ വിവർത്തനം ചെയ്യാൻ അയക്കുള്ളൂ. അതുകൊണ്ട് ബാക്കി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങൾ വന്നിട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞുതരാം. വേറെ ഇതില് വേറെ പിന്നെ മുലാഹലത്ത് വേറൊന്നും ഇല്ലാന്നാ തോന്നുന്നത് പറഞ്ഞുതരാനുള്ള. അല്ലല്ല കൊണ്ടുപോയിട്ടോ, അതിന് പ്രശ്നമൊന്നുമില്ല, കൊണ്ടുപോയിക്കോട്ടെ, ആവശ്യമുള്ളത് കൊണ്ടുപോയിക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും പോകാൻ പാടുള്ളൂ.